ഇന്ന് നമ്മൾ ഒന്നിച്ച് ധ്യാനിക്കുന്നത് ആമോസ് പ്രവാചകന്റെ പുസ്തകം അതിന്റെ 9-ാമത്തെ അധ്യായമാണ്. ആമോസ് പ്രവാചകന്റെ പുസ്തകം അതിന്റെ 9-ാമത്തെ അധ്യായം. കുറിവാക്യമായി നമുക്ക് അതിന്റെ 13-ാമത്തെ വാക്യവും പുതിയ നിയമത്തിൽ നിന്ന് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 35-36 വാക്യവും നമുക്ക് വായിക്കാം. ആമോസ് 9:13 യോഹന്നാൻ 4:35-36 വാക്യവും പ്രാരംഭത്തിൽ നമുക്ക് വായിച്ചുകൊണ്ട് നമ്മുടെ ധ്യാനം ആരംഭിക്കാം. ഉഴുന്നവൻ കൊയ്യുന്നവനെയും മുന്തിരിപ്പഴം ചവിട്ടുന്നവൻ വിതയ്ക്കുന്നവനെയും തുടർന്നെത്തുകയും പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കുകയും എല്ലാ കുന്നുകളും ഉരുകിപ്പോവുകയും ചെയ്യുന്ന നാളുകൾ വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യോഹന്നാന്റെ സുവിശേഷം 4:35-36 വാക്യം. 4:35-36. എന്റെ ആഹാരം ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നുവെന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കോണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവങ്കിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒന്നിച്ച് ഈ ദൈവദിന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ ഏകാഗ്രതമാക്കാം. ആമോസിന്റെ പ്രവചന പുസ്തകം ഇതിനു മുൻപ് ഞാൻ ഈ പ്രെയർ ലൈനിൽ പല അധ്യായങ്ങൾ ഇതിനു മുമ്പിലത്തെ നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കുറച്ച് ഭാഗങ്ങൾ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഒന്ന് ചിന്തിക്കുകയും ചെയ്യണം. പ്രത്യേകിച്ചും ഇതിന്റെ അവസാനത്തെ അധ്യായമാണ് നമ്മൾ ഒന്നിച്ച് ചിന്തിക്കുന്നത്. ഈ പുസ്തകത്തെ പറ്റി 1-2 വാക്കുകൾ പറഞ്ഞാൽ, ഈ 9 അധ്യായങ്ങളുള്ള ഈ പുസ്തകം നമ്മളൊന്ന് വായിച്ചാൽ ഇതൊരു ന്യായവിധിയുടെ പുസ്തകമാണ്. ഇറ്റ് ഇസ് എ ബുക്ക് ഓഫ് ജഡ്ജ്മെന്റ്. കൂടുതലും വളരെ കർശനമായ കഠിനമായ മുന്നറിയിപ്പുകൾ ജനത്തോട് നൽകി വരാൻ പോകുന്ന ന്യായവിധിയൊക്കെ ആവർത്തിച്ച് പറയുന്നതാണ് ഈ പുസ്തകത്തിൽ ആദ്യം മുതലേ നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് അതിന്റെ ആരംഭവാക്യം മുതൽ തന്നെ പറയുന്നത്, ഈ പുസ്തകത്തിന്റെ ഒരു ടോൺ മനസ്സിലാക്കണമെങ്കിൽ ഇത് പറയുന്നത് ഒരു സിംഹത്തിന്റെ ഗർജനം പോലാണ്. ഇരയെ കാണുമ്പോൾ ഗർജിച്ചുകൊണ്ട് ഒരു സിംഹം ചെന്ന് കടിച്ചു കീറി കളയുന്നത് പോലെ യഹോവയുടെ അരുളപ്പാട് ജനത്തിനെതിരെ, ജാതികൾക്കെതിരെ, പാപം ചെയ്ത ജനത്തിനെതിരെ തിരിയുന്നതാണ് ഈ പുസ്തകത്തിൽ തുടർമാനമായി നമ്മൾ വായിക്കുന്ന ഭാഗങ്ങൾ. പക്ഷേ ഈ പുസ്തകത്തിന്റെ ആ പശ്ചാത്തലം നമ്മൾ പഠിച്ചാൽ, ഇസ്രായേലിനോട് ആമോസ് ചെന്ന് ഈ പ്രവചനങ്ങൾ വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞിട്ടും ഇവരിൽ ആരിലും ദൈവം ഉദ്ദേശിച്ചതുപോലെ ഉള്ള ഒരു മാനസാന്തരമോ ഒരു പാപം വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നുള്ള ഒരു ചിന്ത അവരിൽ ഉണ്ടായില്ല. പ്രത്യേകിച്ച് 4-ാം അധ്യായത്തിൽ പ്രവാചകനിലൂടെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളുടെ ഇടയിൽ പല നിലയിലുള്ള സന്ദർശനങ്ങൾ അയച്ചു, ക്ഷാമം അയച്ചു, വരൾച്ച അയച്ചു, രോഗം അയച്ചു, ശത്രുക്കളുടെ ഇടയിൽ തോറ്റോടുന്നത് പല നിലയിലുള്ള സന്ദർശനങ്ങൾ ഞാൻ അയച്ചു. പക്ഷെ നിരാശയോടെ ദൈവം ആവർത്തിച്ച് പറയാണ്, എന്നിട്ടും നിങ്ങൾ എങ്കലേക്ക് തിരിഞ്ഞില്ല. എന്നിട്ടും നിങ്ങൾ എങ്കലേക്ക് തിരിഞ്ഞില്ല. ആവർത്തിച്ച് അധ്യായത്തിൽ 4-ാമത്തെ അധ്യായം 6 മുതൽ വായിച്ചാൽ നമ്മൾ കാണുന്നതാണ്, ആൾക്കാര് ദൈവത്തിന്റെ സന്ദർശനങ്ങൾ തിരിച്ചറിയാ, ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കാൻ കൂട്ടാക്കാതെ മറുതലിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം. 3, 4, 5 അധ്യായങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ എല്ലാം പ്രവാചകൻ ആവർത്തിച്ച് പറഞ്ഞത്, ഈ വചനം ശ്രദ്ധിക്ക്, ഈ വചനം കേൾക്കുക. കേൾക്കാൻ താല്പര്യമില്ല, ദൈവത്തിങ്കിലേക്ക് തിരിയാൻ താല്പര്യമില്ലാത്തൊരു കൂട്ടം. എന്തുകൊണ്ടായിരിക്കും? പ്രാരംഭത്തിൽ ഞാൻ പറയുന്നത്, ഇത്രയും കർശനമായ ന്യായവിധിയുടെ സന്ദേശങ്ങൾ കേട്ടിട്ടും ജനത്തിന് ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്ന് തോന്നാതെ പോയതിന്റെ കാരണങ്ങൾ എന്താണ്? ശക്തമായി നേരെ പ്രവാചകൻ തുറന്നു പറയാണ്, ഇതാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. എന്നിട്ടും എന്താ തിരിയാത്തത്? പല കാരണങ്ങളുണ്ട്. ഒരു കാരണം അവരായിരിക്കുന്ന പശ്ചാത്തലമാണ്. അവരുടെ അന്നത്തെ സാഹചര്യം ഭയങ്കര സമൃദ്ധിയുള്ള ഒരു സമയമാണ്. എക്കണോമിക് പ്രോസ്പെരിറ്റി, യുദ്ധങ്ങളിലൊക്കെ ജയമാണ്, ശക്തമായ നിലയിൽ രാജ്യം മുന്നേറിക്കൊണ്ടിരിക്കുക. അപ്പൊ ന്യായവിധി വരുന്നുണ്ട്, പ്രവാസം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളുന്നത് പ്രയാസമുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അതാണ് ഈ 9-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ഒരു കാര്യം. രണ്ടാമതായിട്ട് ഇവർ ചിന്തിച്ചത്, ആമോസ് ഇങ്ങനെ ന്യായവിധിയുടെ ദൂത് പറയുമ്പോൾ ജനം തിരിച്ചു പറയുന്നത് ഇതാണ്, പ്രവാചകന് ചിലപ്പോൾ ദൂത് മാറിയതായിരിക്കും.
പ്രവാചകന് ചിലപ്പോ നമ്മൾ ആരാന്ന് അറിയത്തില്ലായിരിക്കും. നമ്മൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമ്മൾ വാഗ്ദത്തം പ്രാപിച്ചവരാണ്. നമ്മൾ ഉടമ്പടിയുടെ ജനമാണ്. നമ്മൾ ദൈവം നൽകിയ ദേശത്ത് പാർക്കുന്നവരാണ്. ഇവിടെ നിന്ന് നമ്മളെ മറ്റൊരിടത്തേക്ക് ദൈവം ചിതറിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവരുടെ തെരഞ്ഞെടുപ്പിനെ അവർ തെറ്റിദ്ധരിച്ചു. അപ്പോൾ അതിനോടുള്ള പ്രവാചകന്റെ മറുപടി നമുക്കൊന്ന് നോക്കാം. രണ്ട് നിലയിലാണ് അതിന് മറുപടി പറയുന്നത്. നോക്കിക്കേ, 3-ാമത്തെ അധ്യായം ഒന്ന് വരണം. 3-ാമത്തെ അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച്. 3-ാം അധ്യായം 1-2 വാക്യം. Amos chapter 3 verse 1 and 2. ഇസ്രായേൽ മക്കളെ, നിങ്ങളെക്കുറിച്ചും ഞാൻ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച സർവ്വവംശത്തെക്കുറിച്ച് യഹോവ അരുളി ചെയ്തിരിക്കുന്ന ഈ വചനം കേൾപ്പീൻ. ഭൂമിയിലെ സകല വംശങ്ങളിൽ വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളെയൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും. ആ വാക്ക് ശ്രദ്ധിച്ചായിരുന്നോ? ജനം പറയുന്നത് ഞങ്ങളെ മാത്രമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രവാചകനും അത് തന്നെ എടുത്തിട്ട് പറയാ, അതെ ശരിയാണ്, ഭൂമിയിലുള്ള സകല വംശങ്ങളും നിങ്ങളെ മാത്രമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ പറയാം, അതുകൊണ്ട് നിങ്ങളുടെ അതിക്രമങ്ങളെ ഒക്കെയും നിങ്ങളിൽ സന്ദർശിക്കും. സോ എലക്ഷൻ ഈസ് ബ്രിങ്ങിങ് റെസ്പോൺസിബിലിറ്റി. ജനം ചിന്തിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ടോണ്ട് ഇനി തോന്നിയതുപോലെ ആവാം, ഇനി കുഴപ്പമില്ല, നൗ ഇറ്റ്സ് ഓക്കെ, നൗ വി ക്യാൻ ലിവ് ആസ് വി വാണ്ട്. നോ, തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ ജീവിക്കേണ്ട ഒരു രീതിയുണ്ട്. വിളിച്ചവന് തെരഞ്ഞെടുത്തവന് യോഗ്യമാവണ്ണം ജീവിക്കണം. അത് ജനം മറന്നുപോയി. അതേപോലെ അതൊരു സർക്കാസ്റ്റിക് ആയിട്ട് പറയാ, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, അതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും. ഇതേ കാര്യം 9-ാം അധ്യായത്തിലും അവരുടെ തെരഞ്ഞെടുപ്പിന്റെ ആശയത്തെ ദൈവം കറക്റ്റ് ചെയ്യുന്നത് 9-ാമത്തെ അധ്യായത്തിൽ ഒരു വാക്യം നോക്കണം. 9-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. Amos 9:7. ഇസ്രായേൽ മക്കളെ, നിങ്ങൾ എനിക്ക് ക്രൂശരെ പോലെ അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ഇസ്രായേലിനെ മിസ്രയീം ദേശത്തു നിന്നും ഫെലിസ്ത്യരെ കഫ്തോരിൽ നിന്നും അരാമ്യരെ കീറിൽ നിന്നും കൊണ്ടുവന്നില്ലയോ? എന്താ മനസ്സിലായി? ഇവര് പറയുന്നത് ദൈവം ഞങ്ങളെ എവിടുന്ന് കൊണ്ടുവന്നു? മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പം പ്രവാചകൻ പറയാ, നിങ്ങളെ മാത്രമല്ല, ഫെലിസ്ത്യരെ കഫ്തോറിൽ നിന്ന് കൊണ്ടുവന്നു, അരാമ്യരെ കീറിൽ നിന്ന് കൊണ്ടുവന്നു. ഇങ്ങനെ ഞാൻ ലോകത്ത് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പ്രവാചകനിലൂടെ ദൈവം പറയാ. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് ഭയങ്കര സ്പെഷ്യൽ ആണെന്ന് ചിന്തിക്കരുത്. സ്പെഷ്യൽ ആകുന്നത് തെരഞ്ഞെടുക്കപ്പെട്ടവർ തെരഞ്ഞെടുപ്പിന് യോഗ്യമാവണ്ണം ജീവിക്കുമ്പോൾ. അതവര് മറന്നുപോയി. തെരഞ്ഞെടുക്കപ്പെട്ട ജനം അവരുടെ ഉത്തരവാദിത്തം മറന്ന് ദൈവത്തെ മറന്ന് ജീവിക്കുന്ന അനുഭവം. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് റിഫ്ലക്ട് ചെയ്യുക. വി ആർ എലക്ടഡ് ബൈ ഗോഡ്, യെസ് ദാറ്റ്സ് റൈറ്റ്, ബട്ട് എലക്ഷൻ ബ്രിങ്സ് റെസ്പോൺസിബിലിറ്റി. നമ്മളെ ദൈവം തെരഞ്ഞെടുത്തെങ്കിൽ ആ തെരഞ്ഞെടുപ്പിന് യോഗ്യമാവണ്ണം ജീവിക്കേണ്ട ഉത്തരവാദിത്വം ആ തെരഞ്ഞെടുപ്പിനോട് ചേർന്ന് കിടക്കുന്നതാണെന്ന് തിരിച്ചറിയും. അപ്പൊ ജനത്തിന് അത് മനസ്സിലായില്ല. അവര് ദൈവത്തെ മറന്നുകൊണ്ടുള്ള ജീവിതമാണ്. ഈ അവസാനത്തെ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ, ആമോസിന്റെ പ്രവചന പുസ്തകം 7, 8, 9 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ഈ സന്ദേശം, ഈ മുന്നറിയിപ്പുകൾ കഠിനമായി സിവിയറായ ദർശനങ്ങളിലേക്ക് മാറുകയാണ്. പ്രത്യേകിച്ചും ഈ അവസാനത്തെ 3 അധ്യായങ്ങളിൽ ഒരു 5 ദർശനങ്ങളാണ്. ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് 5 വിഷൻസ്. 5 ദർശനങ്ങൾ പ്രവാചകൻ കാണുന്നതാണ് ഈ അവസാനത്തെ 3 അധ്യായങ്ങൾ. നമ്മൾ ധ്യാനിക്കുന്ന 9-ാമത്തെ അധ്യായത്തിന്റെയും പശ്ചാത്തലം 5 ദർശനങ്ങളാണ്. അത് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. 5 ദർശനവും ന്യായവിധി ഉറപ്പായിട്ടും വരുമെന്നുള്ളതാണ് ആ ദർശനങ്ങളുടെ സമ്മറി ആയിട്ട് നമ്മൾ കാണേണ്ടത്. ആദ്യത്തെ ദർശനം നമ്മൾ കാണുന്നത് 7-ാമത്തെ അധ്യായം 1, 2, 3 വാക്യങ്ങളാണ്. ആ ദർശനം ഒന്ന് നോക്കിക്കേ. 7-ന്റെ 1-ാം വാക്യം. യഹോവയായ കർത്താവ് എനിക്ക് കാണിച്ചു തന്നാൽ, പുല്ല് രണ്ടാമത് മുളച്ചു തുടങ്ങിയപ്പോൾ അവൻ വിട്ടിലുകളെ നിർമ്മിച്ചു. അത് രാജാവിന്റെ വക പുല്ലരിഞ്ഞ ശേഷം മുളച്ച 2-ാമത്തെ പുല്ലായിരുന്നു. എന്നാൽ അവ ദേശത്തിലെ സസ്യം തിന്ന് തീർന്നപ്പോൾ ഞാൻ, യഹോവയായ കർത്താവെ ക്ഷമിക്കണമേ, യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും? അവൻ ചെറിയവനല്ലോ എന്ന് പറഞ്ഞു. യഹോവ അതിനെക്കുറിച്ച് അനുതപിച്ചു. അത് സംഭവിക്കുകയില്ല എന്ന് യഹോവ അരുളി ചെയ്തു. അപ്പൊ ഒന്നാമതായിട്ട് ദർശനത്തിൽ കാണുന്നത് ലോക്കസ്റ്റ്, വിട്ടിലുകളുടെ ഒരു ദർശനമാണ്. ആ ദർശനത്തിൽ പ്രവാചകൻ കാണുന്നത് ഒരു അഗ്രികൾച്ചറൽ ഡിസാസ്റ്റർ. അവരുടെ സസ്യം എല്ലാം, ദേശത്തിലെ കൃഷി മുഴുവനും നശിപ്പിച്ചു കളയുന്ന ഒരു ഡിസാസ്റ്റർ വരികയാണ്. അതിലൂടെ പൂർണ്ണമായി നശിക്കപ്പെടും. ഒന്നാമത്തെ ദർശനം.
രണ്ടാമത്തെ ദർശനം 7-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയാണ്. അവിടെ തീ കൊണ്ടുള്ള ഒരു ദർശനമാണ്. എല്ലാം വായിക്കാൻ നമുക്കിപ്പം സമയം നമ്മുടെ മുമ്പിൽ അനുവദിക്കത്തില്ല. നിങ്ങൾ അത് പിന്നീട് ഒന്ന് വായിക്കണം. 7-ാം അധ്യായം 4 മുതൽ 6 വരെ തീയുടെ ഒരു ദർശനമാണ്. അവിടെയും ഒരു ന്യായവിധി വരികയാണ്. മൂന്നാമത്തെ ദർശനം, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാ. അതിന്റെ 7-ാമത്തെ വാക്യമാണ്. 7-ന്റെ 7-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. 7-ന്റെ 7-ാമത്തെ വാക്യം. Amos 7:7. അവൻ എനിക്ക് കാണിച്ചു തന്നതെന്നാൽ കർത്താവ് ആ കയ്യിൽ തൂക്കുകട്ട പിടിച്ചുകൊണ്ട് തൂക്കുകട്ട തൂക്കി ഉണ്ടാക്കിയ ഒരു മതിലിന്മേൽ നിന്നു. ആ യഹോവ അടുത്ത വാക്യം. എന്നോട്, ആമോസേ, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചതിന്, ഒരു തൂക്കുകട്ട എന്ന് ഞാൻ പറഞ്ഞു. അതിന് കർത്താവ്, ഞാൻ എന്റെ ജനമായ ഇസ്രായേലിന്റെ നടുവിൽ ഒരു തൂക്കുകട്ട പിടിക്കും, ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. എന്താ കാരണം? ഒരു തൂക്കുകട്ട പിടിച്ച്, തൂക്കുകട്ട എന്ന് പറയുമ്പോൾ കൺസ്ട്രക്ഷനിലൊക്കെ പണിയുന്ന മതില് നേരെയാണോ എന്നൊക്കെ നോക്കാൻ അളവ് പിടിക്കുന്ന ഒരു കാര്യമാണ്. അതെടുത്തിട്ട് പറയാണ്, ജനത്തിനെതിരെ ഞാൻ ഇത് പിടിക്കുകയാണ്. ജനത്തെ ഞാനൊന്ന് മെഷർ ചെയ്ത് നോക്കുകയാണ്. ഇവര് നേരെയാണോ, ഇവരുടെ ജീവിതം എങ്ങനെയുണ്ടെന്നൊന്ന് തൂക്കി നോക്കുകയാണ്. തൂക്കി നോക്കിയപ്പോൾ ദൈവം പറയാ, ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. ആവർത്തിച്ചാവർത്തിച്ച് മുന്നറിയിപ്പുകൾ കേട്ടവരാണ്. പക്ഷെ എല്ലാ അതിരുകളും ഭേദിച്ച് ദൈവത്തിന് യോഗ്യമല്ലാത്ത നിലയിൽ ജീവിക്കുന്ന ഒരു ജനത്തിന്റെ ദർശനമാണ് 7-ാം അധ്യായത്തിൽ ദൈവം പറയാ, ഞാൻ ഇനി അവരെ നശിപ്പിക്കും. 8-ാം അധ്യായത്തിലെ ദർശനം ഒരു കൊട്ട പഴുത്ത പഴത്തിന്റെ ദർശനമാണ്. റൈപ്പ് ഫ്രൂട്ട്. എന്നിട്ട് പറയാണ്, ഇത് പറിച്ചു കളയാൻ സമയമായി. പഴുത്തു കഴിയുമ്പോൾ പറിക്കുന്നത് പോലെ ജനത്തിൽ പഴുപ്പ് വന്നിരിക്കുന്നു, ജനം പറിച്ചു കളയാൻ സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടും പറയാ, ഞാൻ അവരെ ശിക്ഷിക്കും. ആ 4 ദർശനങ്ങൾക്ക് ശേഷം 9-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ എടുക്കുന്ന ഭാഗം. 9-ാം അധ്യായത്തിലേത് 5-ാമത്തെ ദർശനമാണ്. ഈ സീരീസ് ഓഫ് വിഷൻസിലെ 5-ാമത്തെ ദർശനം. 5-ാമത്തെ ദർശനമാണ് ഈ മുമ്പ് കണ്ട ദർശനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ദർശനം. മുമ്പേ കണ്ടതെല്ലാം ന്യായവിധിയാണ്, മരണമാണ്, നാശമാണ്. അതിനേക്കാളും ഗൗരവമേറിയ ഒരു ദർശനം നോക്കണം. 9-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് നോക്കിയാട്ടെ. Amos 9:1. യഹോവ യാഗപീഠത്തിന് മീതെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ അരുളി ചെയ്തതെന്തെന്നാൽ, ഉത്തരങ്ങൾ കുലുങ്ങുമാറ് നീ പൊതികയെ അടിക്ക, അവ എല്ലാവരുടെയും തലമേൽ വീഴുവാൻ തക്കവണ്ണം തകർത്ത് കളക. അവരുടെ സന്തതിയെ ഞാൻ വാൾ കൊണ്ട് കൊല്ലും, അവരിൽ ആരും ഓടിപ്പോകയില്ല, അവരിൽ ആരും വഴുതിപ്പോകയും ഇല്ല. ശ്രദ്ധിക്കണം, ഇതുവരെ കണ്ടത് തീയും വെട്ടിലും തൂക്കുകട്ടയൊക്കെ ആണെങ്കിൽ ഇപ്പോ യാഗപീഠത്തിൽ ദൈവം തന്നെ ഇറങ്ങി വന്നിരിക്കുക. ആരാധന സ്വീകരിക്കാനല്ല, നശിപ്പിച്ചു കളയാൻ, ജനത്തെ നശിപ്പിക്കാൻ വേണ്ടി ദൈവം ഇറങ്ങി വരിക. ആ ദർശനമാണ് 9-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ ദൈവം ജനത്തെ ന്യായം വിധിക്കുമെന്നുള്ള ശക്തമായ മുന്നറിയിപ്പ് ജനത്തിന് നൽകുകയാണ്. ആവർത്തിച്ച് മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. ദൈവം അവരുടെ ജീവിതത്തെ തൂക്കുകട്ട കൊണ്ട് ശോധന ചെയ്ത് നോക്കി. ദൈവത്തിന് യോഗ്യമല്ലാത്തത് കൊണ്ട് ന്യായം വിധിച്ചു കളഞ്ഞു. ശ്രദ്ധിക്കണമേ, നമ്മളും തിരഞ്ഞെടുക്കപ്പെട്ടവരാ. നമ്മളും ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ മേൽ കൊണ്ടുവരുന്ന ഉത്തരവാദിത്വം നമ്മൾ ശ്രദ്ധിക്കണം. ദൈവം നമ്മളോട് കാണിച്ച കരുണ, ദൈവം നമ്മളോട് കാണിച്ച കൃപ, നമ്മളുടെ ജീവിതത്തെ എത്രത്തോളം വിളിച്ചവന് യോഗ്യമാവണ്ണം നടക്കുവേൻ. പുതിയ നിയമത്തിൽ എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു, വർത്തി ഓഫ് യുവർ കോളിംഗ്. നിങ്ങളുടെ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം, സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കണം. പഴയ നിയമത്തിൽ ജനം അത് മറന്നുപോയി, എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു. ഈ ആമോസിന്റെ പ്രവചന പുസ്തകത്തിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വരെ പൂർണ്ണമായ ഒരു നാശത്തെ പറ്റിയാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് എ ടോട്ടൽ ഡിസ്ട്രക്ഷൻ. 1-ാമത്തെ അധ്യായം മുതൽ 9-ന്റെ 10 വരെ നാശമാണ്, ന്യായവിധി മാത്രമാണ്. പക്ഷെ നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്നത് അതിന്റെ 11-ാമത്തെ വാക്യം മുതൽ 15 വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഒന്നിച്ച് ചിന്തിക്കുന്നത്. ഈ 11-ാമത്തെ വാക്യം മുതൽ, പ്രത്യേകിച്ചും ഇംഗ്ലീഷിലോ 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത്, ഓൺ ദാറ്റ് ഡേ. മലയാളത്തിൽ അത് 12-ാമത്തെ വാക്യത്തിലാണ്. ആ ദിവസത്തിൽ, ഞാൻ അന്നാളിൽ. 9-ന്റെ 11 തുടങ്ങുന്നത് ഓൺ ദാറ്റ് ഡേ. ഓൺ ദാറ്റ് ഡേ. ആദ്യത്തെ
8, 9, 10 വാക്യങ്ങൾ നീണ്ടു നിന്ന ന്യായവിധിക്കൊടുവിൽ ഈ പുസ്തകത്തിന്റെ അവസാനത്തെ 5 വാക്യങ്ങളിൽ ഒരു പ്രതീക്ഷ, ഒരു പ്രത്യാശ പ്രവാചകനിലൂടെ ദൈവം ജനത്തിന് നൽകുകയാണ്. ഇരുട്ടായിരുന്നു ആദ്യത്തെ അധ്യായങ്ങളെല്ലാം, തീയും നാശവും എല്ലാം ന്യായവിധിയുടെ ദർശനങ്ങളാണ്. പക്ഷെ ഒടുവിൽ there is a ray of hope, there is light of restoration. അവസാനത്തെ 5 വാക്യത്തിന്റെ സമറി എന്തെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദി ഗോഡ് ഓഫ് റിസ്റ്റോറേഷൻ, പുനർസ്ഥാപനത്തിന്റെ ദൈവം, ഗോഡ് ഹൂ റീബിൽസ്. അവസാനത്തെ 5 വാക്യങ്ങൾ, പുസ്തകം മുഴുവനും ന്യായവിധിയാണ്, പുസ്തകം മുഴുവനും കർശനമായ വാക്കിൽ താക്കീതുകളാണ്. പക്ഷെ ഒടുവിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യാശയുണ്ട്. അത് പരിചയപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. തകർത്ത് കളയുന്ന, പണിഷ് ചെയ്യുന്ന ദൈവത്തെ മാത്രമല്ല, ഒടുവിൽ പറയാണ് there is a God who will build മാത്രമല്ല, there is a God who will rebuild, വീണ്ടും പണിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ആമോസ് പറയും. ഞാൻ ഈ ടെക്സ്റ്റിലേക്ക് വരുന്നതിന് മുന്നേ ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആത്മീക സത്യം ഇവിടെയുണ്ട്. there is a spiritual truth that we can understand in this transition. ഈ 9:10 നിന്ന് 11 വരുമ്പോൾ ആ മാറ്റത്തിൽ നിന്ന് തന്നെ നമ്മളോട് പറയുന്ന ഒരു സന്ദേശമുണ്ട്. നമ്മളുടെ ദൈവത്തിന്റെ പ്രത്യേകത, our God is a God who can build lives that are broken. തകർന്നതിനെ പണിയാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നോ മാറ്റർ ഹൗ ഷാറ്റഡ്, എത്രത്തോളം തകർന്നാലും, എത്രത്തോളം തകർന്നു പോയതാണെങ്കിലും ദൈവത്തിന് പണിയാൻ പറ്റും. നോ വൺ ഈസ് ബിയോണ്ട് ഗോഡ്സ് വർക്ക്. ഒരാളും, ഒരു കുടുംബവും, ഒരു ജീവിതവും, ഒരു തലമുറയും ദൈവത്തിന് പണിയാൻ കഴിയാത്ത നിലയിൽ തകർന്നിട്ടില്ല. തകർച്ചയുടെ ആഴത്തിൽ നിന്ന് ദൈവത്തിന് പണിയാൻ കഴിയും. ഇന്ന് പ്രഭാതത്തിലും തിരിച്ചറിയുക, നമ്മൾ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ ഹി ക്യാൻ ബിൽഡ് ഇറ്റ് അപ്പ് ഫോർ ഹിസ് ഗ്ലോറി. ദൈവം തന്റെ മഹത്വത്തിനു വേണ്ടി പണിയുന്നവനാണെന്ന് തിരിച്ചറിയണം. ഞാനിത് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ, ഈ ഭാഗങ്ങൾ ധ്യാനിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് നമുക്ക് ബൈബിളിലെ പല ചരിത്രങ്ങൾ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള അനേക ഭക്തന്മാരുടെ ജീവിത ചരിത്രങ്ങൾ ഇതിനോട് ചേർത്ത് വെച്ച് ചിന്തിക്കാൻ പറ്റും. പ്രത്യേകിച്ചും ഒരു കാര്യം ഞാൻ ഇങ്ങനെ ചിന്തിച്ചത് രൂത്തിന്റെ പുസ്തകത്തിലെ ചരിത്രമാണ്. രൂത്തിന്റെ പുസ്തകം വായിച്ചിട്ടുള്ളവരാണ് നിങ്ങളിൽ പലരും എന്ന് എനിക്കറിയാം. ആ പുസ്തകം ഒന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും അതിന്റെ 1-ാമത്തെ അധ്യായം തന്നെ വായിക്കുമ്പോൾ, ദുരിതം മാത്രം നിറഞ്ഞ ഒരു ഫുൾ ഓഫ് ട്രാജഡി, എന്തുവാ സംഭവിക്കുന്നതെന്ന് പോലും തിരിച്ചറിയാതെ. ബേത്തൽഹേമാണ്, അപ്പത്തിന്റെ ഭവനമാണ്, പക്ഷെ അവിടെ ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ജീവൻ നിലനിർത്താൻ വേണ്ടി മറ്റൊരു രാജ്യത്ത് പോയി. അവിടെ ചെന്നപ്പോ ജീവൻ നഷ്ടപ്പെട്ടു, ഭർത്താവ് മരിച്ചുപോയി, മക്കൾ മരിച്ചുപോയി, വിധവമാര് മാത്രം അവിടെ ശേഷിക്കുക. ഒരു കുടുംബം പൂർണ്ണമായി തകർന്നു പോവുകയാണ്. ആദ്യത്തെ 5 വാക്യങ്ങൾ മാത്രം വായിച്ചാൽ പൂർണ്ണമായി തകർന്നു പോവുകയാ ഒരു കുടുംബം. എന്തിനാ ഈ പുസ്തകം ബൈബിളിൽ എഴുതിയേക്കുന്നത്? എന്തിനാ ഈ തകർച്ചയുടെ വിവരണം ബൈബിളിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്? ആ പുസ്തകത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ, ആ പുസ്തകം ആരംഭിക്കുന്ന ന്യായാധിപന്മാരുടെ കാലത്തെന്ന് പറഞ്ഞാൽ, ന്യായാധിപന്മാരുടെ കാലത്തിന്റെ പ്രത്യേകത രാജാവില്ലാത്തൊരു സമയമാണ്. പക്ഷെ പുസ്തകം അവസാനിക്കുമ്പോൾ ഇസ്രായേലിലെ ഏറ്റവും വലിയൊരു രാജാവാണ് ദാവീദ്. ദാവീദിന്റെ പേര് പരാമർശിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. തകർച്ചയിൽ നിന്നും ദൈവത്തിന് പണിയാൻ പറ്റുമെന്നുള്ള ഒരു സന്ദേശമാണ് ബൈബിളിന്റെ സന്ദേശങ്ങളെല്ലാം. നമ്മളുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കണം. നമ്മുടെയൊക്കെ ജീവിതവും കർത്താവ് അങ്ങനെ പണിതല്ലേ? നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചിന്തിച്ച പല തകർച്ചകളും കർത്താവ് മനോഹരമാക്കി പണിതില്ലേ? നമ്മൾ ആഗ്രഹിച്ചു, എന്താ ഇത് നടക്കുന്നെന്നും മനസ്സിലായില്ലേ? പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, the Lord build it beautifully. കർത്താവ് അത് മനോഹരമായി പണിതു. മുന്നോട്ട് നോക്കുമ്പോൾ നമ്മൾ ആ പ്രതീക്ഷ നമുക്കുണ്ടാവണം. ഇന്ന് ചിലപ്പോ ജീവിതത്തിൽ ഇരുട്ട് നിറഞ്ഞ സാഹചര്യമായിരിക്കാം, നാളെ എന്തെന്നുള്ള വ്യാകുലതകൾ കണ്ടേക്കാം. ബട്ട് we believe, we preach a God who can build. പണിയാൻ, വീണ്ടും പണിയാൻ, തകർന്നതിനെ പണിയാൻ, തകർച്ചയുടെ ആഴത്തിൽ നിന്ന് പണിയാൻ ഈ ദൈവത്തിന് കഴിവുണ്ടെന്ന് തിരിച്ചറിയുക.
ഇതേ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് യെരമ്യാ പ്രവാചകൻ കാണുന്നൊരു യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. കുശവന്റെ അടുത്തേക്ക് നീ പോവുക. കുശവൻ ഇങ്ങനെ കളിമണ്ണ് കൊണ്ട് ഒരു പാത്രം മെനഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അത് സ്പോയിലായി പോയി. സ്പോയിലായി പോയപ്പോൾ അതിനെ വീണ്ടും പണിയുകയാണ്. എന്നിട്ട് പറയാ, പ്രവാചകനോട് പറയാ, ജനം ഇങ്ങനെയല്ലേ, പീപ്പിൾ ആർ ലൈക്ക് ദിസ് ക്ലേ. ജനം ഇങ്ങനെയാണ്, കുശവൻ ഇതിനെ പണിയാൻ കഴിയും, കുശവൻ ഇത് പണിയാൻ കഴിയും. ഞാനിത് വായിച്ചപ്പോൾ ഞാൻ ഈ ആമോസിന്റെ പ്രവചന പുസ്തകത്തിൽ ഈ 10-ാമത്തെ വാക്യത്തിൽ നിന്ന് ഈ 9-ാമത്തെ അധ്യായത്തിൽ വരുന്ന ആ ഡിഫറൻസ്, ആ ചേഞ്ച് ഞാനിങ്ങനെ വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ ദൈവം പണിയുന്നതിന്റെ ഏറ്റവും മനോഹരമായ ചിത്രം നമ്മൾ കാണുന്നത് സത്യത്തിൽ സുവിശേഷത്തിൽ കൂടെ കർത്താവ് കൊണ്ടുവരുന്ന ഒരു മാറ്റമാണ്. സുവിശേഷത്തിന്റെ ഒരു പിക്ചർ നമുക്ക് സത്യത്തിൽ ഇവിടെ കാണാൻ പറ്റും. ഈ 9-ാമത്തെ അധ്യായം നമ്മൾ ആ ദർശനത്തിന്റെ പ്രാരംഭ വാക്യങ്ങൾ വായിച്ചു. അവിടെ പറയുന്നത് എന്താണ്? അവിടെ പറയുന്നത് ദൈവം ഇറങ്ങി വരിക, ദൈവം ഇറങ്ങി വന്ന ജനത്തെ ന്യായം വിധിക്കാൻ പോവുക. എന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്, ഒരാളും രക്ഷപ്പെടത്തില്ല, നോ വൺ വിൽ എസ്കേപ്പ്. പ്രത്യേകിച്ചും അതിന്റെ 2-ാമത്തെ വാക്യമല്ലേ, 2-ാമത്തെ വാക്യം നോക്കിക്കേ, അവർ പാതാളത്തിൽ തുരന്ന് കടന്നാലും. ഒന്ന് നോക്കിക്കോ 2-3 വാക്യങ്ങൾ. Amos 9:2-3. അവർ പാതാളത്തിൽ തുരന്നു കടന്നാലും അവിടെ നിന്ന് എന്റെ കൈ അവരെ പിടിക്കും. അവർ ആകാശത്തിലേക്ക് കയറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ ഇറക്കും. അവർ കർമ്മേലിന്റെ കൊടുമുടിയിൽ ഒളിച്ചിരുന്നാലും ഞാൻ അവരെ തിരിഞ്ഞ് അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവരും. അവൻ എന്റെ ദൃഷ്ടിയിൽ നിന്ന് സമുദ്രത്തിന്റെ അടിയിൽ മറഞ്ഞിരുന്നാലും ഞാൻ അവിടെ സർപ്പത്തോട് കൽപ്പിച്ചിട്ട് അത് അവരെ കടിക്കും. കണ്ടോ, ന്യായവിധിയെ പറ്റി പറയാ. ഓംനി പ്രസൻസ് ഇൻ ജഡ്ജ്മെന്റ്. എവിടെ പോയാലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. നോ വൺ വിൽ എസ്കേപ്പ്. ഒരുത്തൻ പോലും രക്ഷപ്പെടത്തില്ല. അതിന്റെ ഒരു സമ്മറി ആയിട്ട് പറയുന്നത് 10-ാമത്തെ വാക്യത്തില. 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത്, അനർത്ഥം ഞങ്ങളെ തുടർന്നെത്തുകയില്ല, എത്തിപ്പിടിക്കുകയുമില്ല എന്ന് പറയുന്നവരായ എന്റെ ജനത്തിലുള്ള, അടുത്ത ഭാഗം ശ്രദ്ധിക്കണം, സകല പാപികളും വാളുകൊണ്ട് മരിക്കും. അവർക്ക് വലിയ പ്രതീക്ഷ, അവർക്ക് വലിയ ഹോപ്പായിരുന്നു. ഇല്ല, ഞങ്ങൾക്കൊന്നും പറ്റത്തില്ല. ദൈവം പറയാ, സകല പാപികളും വാളുകൊണ്ട് മരിക്കും. എന്തോ അവിടത്തെ കാര്യം? ഗോഡ് പണിഷസ് സിൻ. ദൈവം ഒരു പാപിയെയും വെറുതെ വിടുന്നില്ല, ഒരു പാപിയെയും വെറുതെ വിടുന്നില്ല. നമ്മൾ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ അതിനെ ചിന്തിക്കുമ്പോൾ, ഞാൻ ഇന്ന് വായിച്ചപ്പോൾ എന്റെ ധ്യാനത്തിൽ ചിന്തയിൽ വന്നൊരു കാര്യം ഞാൻ പറയാം. ഇസ്രായേൽ മക്കളെ പോലെ തന്നെയായിരുന്നു സകല മനുഷ്യരും. ഓൾ ഹ്യൂമൻസ് ലൈക്ക് ഇസ്രായേൽ ആർ സിൻഫുൾ. എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മുമ്പിൽ പാപികളാണ്. അങ്ങനെയാണെങ്കിൽ ഇതേ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് സകല പാപികളും മരിക്കണം. പാപത്തിന്റെ ശിക്ഷ മരണമാണ്. ദി ഡാർക്ക് പിക്ചർ ഓഫ് ഗോഡ്സ് ജഡ്ജ്മെന്റ്. ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ദി ഡാർക്ക് പിക്ചർ ഓഫ് ജഡ്ജ്മെന്റ്. പക്ഷെ അവിടെയാണ് 9:11 വരുമ്പോൾ പണിയുന്ന ഒരു ദൈവം. ന്യായവിധിയിൽ തകർന്നു പോകണ്ട, പാപികൾ മരിക്കേണ്ടടുത്ത് ദൈവം പണിയുകയാണ്. എങ്ങനെ? പാപത്തിൽ തകർന്നു പോയ കുടുംബങ്ങളെ സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിച്ച് പുതിയ ജീവിതം നൽകി, പഴയത് കഴിഞ്ഞുപോയി പുതിയ സൃഷ്ടിയാക്കുന്ന ഒരു ദൈവത്തിന്റെ പണി, അത് സുവിശേഷത്തിലാണ്. പാപത്താൽ തകർന്നു പോയ കുടുംബങ്ങളെ, വ്യക്തികളെ, മലിനപ്പെട്ടു പോയതിനെ പുതുക്കി പണിയുന്ന ക്രിസ്തുവിന്റെ സുവിശേഷം. God is rebuilding what sin has broken. 9-ാം അധ്യായം 11 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ പണിയും, ഞാൻ നിവർത്തും, ഞാൻ ഇത് ചെയ്യും. ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റത്തില്ല. ഗോഡ് ഈസ് ഗോയിങ് ടു ബിൽഡ്. ദൈവം എങ്ങനെ അത് ചെയ്തത്? സുവിശേഷത്താൽ പാപത്തിന്റെ ന്യായവിധിയിൽ കിടന്നവരെ എഴുന്നേൽപ്പിക്കുന്നത് നമ്മൾ കാണാം. നമുക്ക് ആ 9-ാമത്തെ അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് തിരിക്കാം. ആ ട്രാൻസിഷൻ പ്രാരംഭത്തിൽ നിങ്ങളോട് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. 10 വരെയുള്ളത് ന്യായവിധിയാണെങ്കിൽ 11 വരുമ്പോൾ ആമോസിന്റെ കേൾവിക്കാർക്ക് പോലും അതിശയം തോന്നുന്ന നിലയിൽ സന്ദേശത്തിന്റെ ദിശ മാറുകയാണ്. പ്രത്യാശയെ നൽകുകയാണ്. ദൈവത്തിന്റെ റീബിൽഡിങ്ങിനെ പറ്റി പറഞ്ഞു തുടങ്ങുന്നതാണ് 11 മുതലുള്ള വാക്യം. നോക്കണം, 11-12 വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് കേന്ദ്രീകരിക്കാം. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 11 and 12. അവർ ഏദോമിൽ ശേഷിച്ചിരിക്കുന്നവരുടെയും എന്റെ നാമം വിളിക്കപ്പെടുന്ന സകല ജാതികളുടെയും ദേശത്തെ കൈവശമാക്കേണ്ടതിന് വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും അതിന്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അതിന്റെ ഇടിവുകളെ തീർക്കുകയും അതിനെ പുരാതന കാലത്തിൽ എന്ന പോലെ പണിയുകയും ചെയ്യുമെന്നാകുന്നു ഇതനുഷ്ഠിക്കുന്ന യഹോവയുടെ അരുളപ്പാട്.
അവിടെ ദൈവം ഭാവിയിൽ ചെയ്യാൻ പോകുന്നതിനെ പറ്റി പറയാണ്. ഒരു ന്യായവിധി ജനത്തിന് വരുന്നുണ്ട്, ഒരു പ്രവാസത്തിലേക്ക് ജനം പോകും, പക്ഷെ അവിടെ കൊണ്ട് തീരത്തില്ല, പൂർണ്ണമായി നശിപ്പിച്ച് കളയത്തില്ല. ഒരു ശേഷിപ്പ് ഉണ്ടാവും. ആ ശേഷിപ്പിന്റെ ഭാവിയെ പ്രവചിക്കുകയാണ്. ദാവീദിന്റെ കൂടാരത്തെ ഞാൻ നിവർത്തും, അതിന്റെ പിളർപ്പുകളെ അടയ്ക്കും, ഇടിവുകളെ തീർക്കും, വീണ്ടും ദൈവം പണിത് യഥാസ്ഥാനപ്പെടുത്തുമെന്നുള്ള ഒരു സന്ദേശം നൽകിയാണ്. അത് പറയുന്നത് പ്രവാസത്തിൽ പോയ ജനം മടങ്ങി വരുമെന്നും അവരുടെ തകർന്നു പോയ പട്ടണങ്ങൾ വീണ്ടും പണിയുമെന്നൊക്കെയുള്ള സന്ദേശമാണ് ആ ജനത്തോട് പറയുന്നത്. പക്ഷെങ്കിൽ ഈ 9:11-12 വാക്യത്തിന് ഒരു പുതിയ നിയമ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. പുതിയ നിയമവുമായിട്ട് ഇതിനൊരു കണക്ഷൻ ഉണ്ട്. അതാണ് ഞാൻ ഒന്ന് നിങ്ങളെ കാണിക്കാൻ തുടർന്നുള്ള നിമിഷത്തിൽ ആഗ്രഹിക്കുന്നത്. ഈ ഇപ്പൊ നമ്മൾ വായിച്ച 9:11-12 വാക്യങ്ങൾ പുതിയ നിയമത്തിൽ ഒരിടത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എവിടാന്ന് അറിയാമോ? ഈ വാക്യങ്ങൾ പുതിയ നിയമത്തിൽ എവിടാന്ന് അറിയാമോ? പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 15-ാമത്തെ അധ്യായത്തിലാണ്. വേണമെങ്കിൽ ആ വാക്യം നമുക്ക് പ്രാരംഭത്തിൽ ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 15-ന്റെ 16-17 വാക്യം ഒന്ന് നോക്കിക്കേ. ആക്ട്സ് 15 15-ന്റെ 16, 15-ന്റെ 15, 16, 17 വായിച്ചു. ആക്ട്സ് ചാപ്റ്റർ 15 വേഴ്സ് 15 ഓൺവേഴ്സ്. ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങൾ വെക്കുന്നു. അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. മനുഷ്യരിൽ ശേഷിച്ചവരും എന്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കുമെന്ന് ഇത് പൂർവകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോസ്തല പ്രവൃത്തി 15-ൽ ജെറുസലേം കൗൺസിലാണ്, ഒരു ഡിബേറ്റ് നടക്കുക, ഒരു ചർച്ച നടക്കുക. അവിടുത്തെ അപ്പത്തെ പ്രശ്നം യഹൂദന്മാരുടെ പുറത്ത് ജാതികൾ സുവിശേഷത്തിന്റെ കേൾവിയിൽ വിശ്വാസത്താൽ വരുന്നു. ജാതികളുടെ ഇടയിൽ ആത്മപ്രവൃത്തി ഉണ്ടാകുന്നു, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അപ്പോസ്തലന്മാരാൽ നടക്കുന്നു. അവരും വിശ്വാസത്തിലേക്ക് വരുമ്പോൾ യഹൂദന്മാരിൽ ചിലര് പഠിപ്പിച്ചു തുടങ്ങി, ജാതികൾക്ക് സഭയുടെ ഭാഗമാകണമെങ്കിൽ ആദ്യം അവർ യഹൂദന്മാരാവണം. യഹൂദ നിയമം അനുസരിച്ചതിന് ശേഷം മാത്രമേ യേശുവിൽ കൂടെയുള്ള ഈ സഭയുടെ ഭാഗമാകുക, വീണ്ടെടുപ്പ് കരസ്ഥമാക്കാൻ സാധിക്കത്തുള്ളൂ. മോശയിൽ കൂടെ നൽകിയ കൽപ്പനകളുടെ പ്രമാണം ഉണ്ടാകണം, സർക്കംസിഷൻ നടക്കണം, ഇങ്ങനെയുള്ളതെല്ലാം ചെയ്ത് യഹൂദനായി എന്നിട്ട് മാത്രമേ സാധിക്കത്തുള്ളൂ എന്നുള്ള ഒരു വാദം നടക്കുകയാണ്. പൗലോസിൽ കൂടെയൊക്കെ ചെയ്യുന്ന വൻ കാര്യങ്ങൾ, ജാതികളുടെ ഇടയിൽ നടന്ന കാര്യങ്ങളൊക്കെ വിവരിച്ച് സഭ ഒന്നിച്ചുകൂടി ചർച്ച ചെയ്യുമ്പോൾ അതങ്ങനെയല്ല. യേശുവിൽ കൂടെയുള്ള വിശ്വാസത്താൽ സകലർക്കും രക്ഷ കരസ്ഥമാക്കാൻ കഴിയുമെന്നുള്ളത് സ്ഥാപിക്കാൻ, ഉറപ്പിക്കാൻ ആ കൗൺസിലിൽ യാക്കോബ് എഴുന്നേറ്റ് പറഞ്ഞൊരു വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. യാക്കോബ് ഒരു കൺക്ലൂഷൻ എന്ന വണ്ണം ആ സമ്മറൈസ് ചെയ്തുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: മുൻകൂട്ടി പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു. എന്ത്? ദാവീദിന്റെ കൂടാരത്തെ ഞാൻ നിവർത്തും. ദാവീദിന്റെ കൂടാരത്തെ നിവർത്തുമ്പോൾ ജാതികൾക്കെല്ലാം ഈ കൂടാരത്തിൽ കടന്നു വന്ന് ദൈവത്തിനെ അനുഭവിപ്പാൻ, ദൈവനാമത്തെ വഹിക്കാൻ കഴിയും. അപ്പോൾ എന്തുവാ എങ്ങനെയാ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്? പഴയ നിയമത്തിൽ നമ്മൾ വായിച്ച 9-ാം അധ്യായത്തിന്റെ 11 അപ്പോസ്തലന്മാര് തന്നെ അത് വ്യാഖ്യാനിച്ച് തന്നിട്ടുണ്ട്. ദാവീദിന്റെ കൂടാരം നിവർത്തുമെന്ന് പറയുമ്പോൾ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? The tent of David denotes the church. ദൈവസഭയെ സൂചിപ്പിക്കുകയാണ്. ദാവീദിന്റെ പുത്രനാകുന്ന യേശു കർത്താവിന്റെ സഭയെ സൂചിപ്പിക്കുകയാണ്. ഞാൻ ദാവീദിന്റെ കൂടാരത്തെ നിവർത്തുമെന്ന് പഴയ നിയമത്തിൽ പറയുമ്പോൾ പുതിയ നിയമത്തിൽ യേശു പറയുകയാണ്, ഞാൻ എന്റെ സഭയെ പണിയും. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുകയാണ്, അന്നാളിൽ ഏദോമിലുള്ള ശേഷിപ്പുകൾ എന്റെ നാമം വഹിക്കുന്ന ജാതികൾ വരും. അതെന്തുവാണ് കാണിക്കുന്നത്? സുവിശേഷത്തിന്റെ കേൾവിയിൽ
ജാതികൾ യേശു ക്രിസ്തുവിന്റെ സഭയുടെ ഭാഗമാകുകയാണ്. ഓൺ ദാറ്റ് ഡേ, അന്നാളിൽ, ആ ദിവസം എന്ന് പറയുമ്പോൾ അത് ഏത് ദിവസത്തെ ആമോസ് കാണുകയാണ്? പ്രവചനികമായി ഭാവിയിലേക്ക് നോക്കി പ്രവാചകൻ പ്രവചിക്കുകയാണ്. യേശു കർത്താവിന്റെ ക്രൂശുമരണത്തിലൂടെ, ദാവീദിന്റെ പുത്രനായി ജനിക്കുന്ന യേശുവിന്റെ മരണത്തിലൂടെ ഇവിടെ ഒരു കൂടാരത്തെ താൻ പണിയുകയാണ്. പെന്തക്കോസ്തിന്റെ ദിവസത്തിൽ പരിശുദ്ധാത്മാവിനെ നൽകുന്നതിലൂടെ ഒരു സഭയെ താൻ പണിയുകയാണ്. ആ സഭയുടെ പ്രത്യേകത എന്താ? വിശ്വസിക്കുന്നവർക്ക് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഈ കൂടാരത്തിന്റെ ഭാഗമാകാൻ കഴിയുകയാണ്. തിങ്ക് അബൌട്ട് ഇറ്റ് ഫോർ എ മൊമെന്റ്. ഒരു നിമിഷം നമ്മൾ ഇത് ചിന്തിക്കണം. ദൈവസഭ എന്നുള്ളത് ദൈവഹൃദയത്തിന്റെ ഒരു ഗ്രാൻഡ് പ്ലാൻ ആണ്. ആമോസ് 9:12 നമ്മൾ വായിച്ചത്, സകല ജാതികളും എന്റെ നാമം വിളിക്കുന്നല്ല, അവർ ഏദോമിൽ ശേഷിച്ചിരിക്കുന്നവരുടെയും എന്റെ നാമം വിളിക്കപ്പെടുന്ന സകല ജാതികളും. ഏദോം എന്ന് പറയുമ്പോൾ ഏദോമും ഇസ്രായേലും ശത്രുക്കളായിരുന്നു. പഴയ ഭയങ്കര ശത്രുതയുള്ള രാജ്യങ്ങളാണ്. ആ ദേശത്തിൽ നിന്നുള്ളവർ എവിടെ വരാൻ പോവാ? ദാവീദിന്റെ കൂടാരത്തിൽ വരാൻ പോവാ. നോർത്ത് നോക്കിക്കേ. പീപ്പിൾ ഹു ആർ ഫാർ അവേ ഫ്രം ഗോഡ്, പീപ്പിൾ ഹു ആർ എനിമീസ് ഓഫ് ഗോഡ് വിൽ കം ടു ദിസ് ടെന്റ്. അത് നടന്നു. യേശുവിൽ കൂടെ, സുവിശേഷത്തിലൂടെ ശത്രുക്കൾക്ക് ദൈവത്തിന്റെ മക്കളാകാൻ പദവി ലഭിച്ചു. എന്റെ നാമം വിളിക്കപ്പെടുന്ന സകല ജാതികൾ. യഹൂദന്മാർ പ്രവചനം കേട്ട് അതിശയിച്ചു പോയി കാണും. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം യഹോവയുടെ നാമം വഹിക്കുന്നത് അവര് മാത്രമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവര് മാത്രമാണ് ദൈവനാമം വഹിക്കുന്നത്. പക്ഷെ പ്രവാചകൻ ഒരു ദിവസം കാണുക, ജാതികൾ ദൈവത്തിന്റെ നാമം വിളിക്കുന്ന, ജാതികൾ ഇസ്രായേലിന്റെ ദൈവത്തെ ആരാധിക്കുന്ന, ജാതികൾ ഈ ഇസ്രായേൽ കുടുംബത്തിന്റെ ഭാഗമാകുന്ന ഒരു ഭാവി കാണുകയാണ്. അത് ദൈവസഭയിലാണ് നടന്നത്. ദൈവസഭയിലൂടെ യഹൂദനെന്നോ ജാതിയനെന്നോ വ്യത്യാസമില്ലാതെ ദൈവം ഒരു പുതിയ ഹ്യൂമാനിറ്റിയെ പണിയുകയാണ്. ഈ വേർതിരിവില്ലാതെ ഒന്നിച്ച് ദൈവത്തിന്റെ മക്കളാകാൻ, ദൈവത്തിന്റെ ഉടമ്പടിയുടെ ഭാഗമാകാൻ കർത്താവ് കൃപ നൽകുകയാണ്. അതല്ലേ എഫെസ്യ ലേഖനത്തിൽ പറഞ്ഞത്, മുമ്പേ നിങ്ങൾ ദൂരത്തായിരുന്നു, മുമ്പേ നിങ്ങൾ ദൈവമില്ലാത്തവരായിരുന്നു, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു. പക്ഷേ കൃപയാൽ, ബട്ട് ഇൻ ഹിസ് ലവ്, ബൈ ഹിസ് ഗ്രേസ്, ത്രൂ ഹിസ് സൺ, വി കുഡ് ബിക്കം പാർട്ട് ഓഫ് ദിസ്. എഫെസ്യ ലേഖനത്തിൽ തന്നെ 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ഇതിനോട് വളരെ ചേർന്ന് കിടക്കുന്നതാണ്. ആ വാക്യം നമുക്ക് നോക്കാം. 3-ന്റെ 5-ാമത്തെ ഒന്ന് നോക്കിക്കേ. പൗലോസ് ഇതേ ആശയം തന്നെ പറഞ്ഞിരിക്കുകയാണ്. പഴയ നിയമത്തിൽ പ്രവാചകന്മാർക്ക് ഇത് മറഞ്ഞു കിടക്കുകയായിരുന്നു, പക്ഷെ പുതിയ നിയമത്തിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം 3-ന്റെ 5-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. 3-ന്റെ 5-ാമത്തെ വാക്യം, 5-6 വാക്യം. Ephesians chapter 3 verse 5-6. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികൾ, ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിന് പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. കണ്ടോ, പ്രവാചകന്മാർക്ക് മറഞ്ഞു കിടന്നത് അപ്പോസ്തലന്മാർക്ക് ആത്മാവിനാൽ വെളിപ്പെട്ട് കിട്ടി. എന്തുവാണ് വെളിപ്പെട്ടത്? ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികൾ, ഫെലോ ഹെയർസ് വിത്ത് ജ്യൂസ്, ഹു ജെന്റൈൽ, ജാതികൾ യഹൂദന്മാരുടെ കൂട്ടവകാശികളാകുകയാണ്. ഏക ശരീരം, മെമ്പേഴ്സ് ഓഫ് ദ സെയിം ബോഡി, വാഗ്ദത്തത്തിൻ പങ്കാളികൾ, പാർട്ടേക്കേഴ്സ് ഓഫ് ദ പ്രോമിസ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ത്രൂ ദ ഗോസ്പൽ. നോക്കണമേ, ആമോസ് പ്രവാചകൻ പ്രവചിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം നടക്കാൻ പോകുന്ന ദൈവത്തിന്റെ പദ്ധതിയെ താൻ കാണുകയാണ്. യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്താൽ അനേകർ ഈ കൂടാരത്തിന്റെ ഭാഗമായി ദൈവത്തിന്റെ നാമത്തെ വഹിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കർത്താവിനെ സ്തുതിക്കണം. അത് നമ്മളെ ഓർത്തിട്ടാണ്. നമ്മളെയും ആ സുവിശേഷത്താൽ കർത്താവ് കാലാകാലങ്ങളിൽ കണ്ട് ദൂരത്തായിരുന്ന, നമ്മളെ ശത്രുക്കളായിരുന്ന നമ്മളെ ഈ ദൈവപദ്ധതിയുടെ ഭാഗമാക്കി ഓരോ ദേശങ്ങളിൽ അവിടുത്തെ കൂടാരത്തിന്റെ ഭാഗമാക്കി നിർത്തിയത് ദൈവത്തിന്റെ മഹാപദ്ധതിയാണ്. സോ ദർ ഇസ് എ ഗോഡ്. ഈ 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചത്, ജനത്തെ ഞാൻ ന്യായം വിധിക്കും, തകർത്ത് കളയും, നശിപ്പിക്കുമെന്ന് ദൈവം പ്രവചിച്ചിട്ട് പറയാണ്.
പൂർണ്ണമായി നശിപ്പിക്കത്തില്ല. ഒരു ശേഷിപ്പിനെ ഞാൻ വെക്കും. ദാവീദിന്റെ കൂടാരം പൂർണ്ണമായി നശിക്കത്തില്ല, ഒരു ശേഷിപ്പ് ഉണ്ടാകും. ആ ശേഷിപ്പിൽ കൂടെ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. ആ പുത്രനിലൂടെ ദൈവം ഈ കൂടാരത്തെ പണിയുകയാണ്. ഈ കൂടാരത്തെ പണിത് സുവിശേഷത്തിൽ കൂടെ ജാതികൾക്കും ഈ കൂടാരത്തിന്റെ ഭാഗമായി തീരാൻ കർത്താവ് കൃപ ചെയ്യും. അപ്പൊ 9-ാമത്തെ അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇറ്റ് ഈസ് ഹാവിംഗ് എ ഡയറക്റ്റ് കണക്ഷൻ. ഞാനത് കാണിച്ചത് അപ്പോസ്തലന്മാർ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്, പുതിയ നിയമത്തിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറ്റ് ഹാസ് എ ഡയറക്റ്റ് കണക്ഷൻ ടു ദ ചർച്ച്. അങ്ങനെയാണെങ്കിൽ ഇനി തുടർന്ന് 9, 11, 12 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ ഭാഗങ്ങൾ ഒന്നുകൂടെ നമുക്കൊന്ന് ശ്രദ്ധിച്ച് വായിക്കാം. ഒരു 4 വാക്കുകൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കണം. 11, 12 വാക്യം ഒന്നും കൂടെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാട്ടെ. എന്താണ് ദൈവം ചെയ്യാൻ പോകുന്നത്? വായിക്കാം. അവർ ഏദോമിൽ ശേഷിച്ചിരിക്കുന്നവരുടെയും എന്റെ നാമം വിളിക്കപ്പെടുന്ന സകല ജാതികളുടെയും ദേശത്തെ കൈവശമാക്കേണ്ടതിന് വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും നിവർത്തും, അതിന്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അതിന്റെ ഇടിവുകളെ തീർക്കുകയും അതിനെ പുരാതന കാലത്തിൽ എന്ന പോലെ പണിയുകയും ചെയ്യുമെന്നാകുന്നു ഇത് അനുഷ്ഠിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. 4 വാക്കുകൾ. ആ മലയാളത്തിൽ അത് 12-ാമത്തെ വാക്യത്തിലാ. ഞാൻ അന്നാളിൽ ദാവീദിന്റെ കൂടാരത്തെ നിവർത്തുകയും പിളർപ്പുകളെ അടയ്ക്കും, ഇടിവുകളെ തീർക്കും, പുരാതന കാലത്തെന്ന പോലെ പണിയും. റൈസ് അപ്പ്, റിപ്പയർ, റീബിൽഡ്. നിവർത്തും, അടയ്ക്കും, തീർക്കും. പിളർപ്പുകളെ അടയ്ക്കും, ഇടിവുകളെ തീർക്കും, പുരാതന കാലത്തെന്ന പോലെ പണിയും. എന്നിട്ട് അവസാനത്തെ ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്, എന്ന് ഇത് അനുഷ്ഠിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. എന്ന് പറഞ്ഞാൽ ഈ പണി ചെയ്യുന്നത് ആരാണ്? ഇത് നിവർത്തി നിർത്തുന്നതും അടയ്ക്കുന്നതും ഇടിവ് തീർക്കുന്നതും പുരാതന കാലത്തെന്ന പോലെ പണിയുന്നതും യഹോവയാണ്. ഇന്ന് പ്രഭാതത്തിൽ നമ്മളോട് കർത്താവിന് സംസാരിക്കാനുള്ള സന്ദേശം ഇതാണ്. ഞാൻ പറഞ്ഞത്, ഇത് ചർച്ചുമായിട്ടുള്ള കണക്ഷൻസ് ഞാൻ പറഞ്ഞു. ദിസ് മോർണിംഗ് കർത്താവ് നമ്മളോട് ഇതേ കാര്യം ആവശ്യപ്പെടുകയാണ്. There are areas in our life, നമ്മുടെ ജീവിതത്തിലും പണിയപ്പെടേണ്ട, നിവർത്തപ്പെടേണ്ട, റിപ്പയർ നടക്കേണ്ട, റീബിൽഡിംഗ് നടക്കേണ്ട മേഖലകളെ കർത്താവ് പണിയാൻ ആഗ്രഹിക്കുകയാണ്. 11, 12 വാക്യത്തിൽ റിപ്പയർ, റൈസ് അപ്പ്, റീബിൽഡ്. 13-ാമത്തെ വാക്യമാണ് നമ്മൾ കുറിവാക്യം വായിച്ചത്. അവിടെ പറയുകയാണ് കർത്താവ് ജനത്തെ സന്ദർശിക്കാൻ പോകുകയാണ്. കർത്താവ് ജനത്തിന്റെ ഇടയിൽ വലിയൊരു റിവൈവൽ, കർത്താവ് ജനത്തെ കൊണ്ട് ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ദൈവം അവരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഗോഡ് ഈസ് ഗോയിങ് ടു വിസിറ്റ് ദ പീപ്പിൾ. നമ്മൾ പണിയപ്പെടാൻ തയ്യാറാണെങ്കിൽ, നമ്മൾ നമ്മളെ തന്നെ, നമ്മുടെ കുറവുകൾ, നമ്മുടെ ഇടിവുകൾ ഒന്ന് കണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടാൻ തയ്യാറാണെങ്കിൽ പണിയുന്നൊരു ദൈവമുണ്ട്. പണിത് നമ്മളിലൂടെ ദൈവ പ്രവർത്തികൾ ചെയ്യാൻ ആഗ്രഹിക്കാൻ. പ്രത്യേകിച്ച് ഞാൻ ഒരു ഭാഗം അതിൽ ശ്രദ്ധിച്ചത്, അവസാനം ആ 12-ാമത്തെ വാക്യത്തിന് അവസാനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, പുരാതന കാലത്തെന്ന പോലെ പണിയുകയും ചെയ്യും. പുരാതന കാലത്തെന്ന പോലെ, ആസ് ഇൻ ദ ഡേയ്സ് ഓഫ് ഓൾഡ്. സാധാരണഗതിയിൽ നമുക്കാർക്കും പഴയതല്ല താല്പര്യം, എല്ലാം പുതിയതാണ്. പുതിയ ഫോണ്, പുതിയ വണ്ടി, പുതിയ വീട്, എല്ലാം പുതുക്കമാണ് സംഭവിക്കുന്നത്. പക്ഷെ ഇവിടെ ചർച്ചിനോടുള്ള ബന്ധത്തിൽ പ്രവാചകൻ കാണുന്നത് പഴയതുപോലെ പണി. അപ്പൊ ഞാൻ അത് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു. നമ്മുടെ ഇടയിൽ സാധാരണ നമ്മളൊക്കെ പറയും, ഇന്നും ഞാൻ ആരോട് സംസാരിച്ച പറഞ്ഞു, രക്ഷയിലേക്ക് വന്ന സമയത്തൊക്കെ ബൈബിൾ ഇരുന്ന് അങ്ങ് വായിക്കുമായിരുന്നു. അന്ന് വായിച്ച് അത് മണിക്കൂറുകൾ ഇരുന്ന് അങ്ങ് വായിക്കുമായിരുന്നു. അതുകൊണ്ട് ചരിത്രങ്ങൾ, എസ്പെഷ്യലി പഴയ നിയമത്തിന്റെ ഭാഗങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് അതൊക്കെ മനസ്സിലുണ്ട്. ഇപ്പൊ അതേപോലെ ഒന്നും വായിക്കാൻ പറ്റത്തില്ല ബ്രദറെ. അപ്പൊ നമ്മളെല്ലാം കാണുന്നത് നമ്മുടെ ആദ്യകാലത്തെ ഒരു തീക്ഷ്ണതയും ആദ്യകാലത്തെ ഒരു സംഭവങ്ങളൊക്കെയാണ്. പക്ഷെ ഇവിടെ ഞാൻ നോക്കിയപ്പോ പ്രവാചകനും പറയുന്നതാണ്, പുരാതന കാലത്തെന്ന പോലെ. The beginning days were good, but slowly we are going dry and we are becoming empty. തണുത്തു പോകുന്ന, ശൂന്യത അനുഭവിക്കുന്ന അവസ്ഥകൾ ഉണ്ടെങ്കിൽ കർത്താവ് നമ്മളെ പണിയാൻ ആഗ്രഹിക്കുകയാണ്. വിലാപങ്ങളുടെ പുസ്തകം നമ്മൾ ഒരിക്കലും ഇവിടെ ധ്യാനിച്ചതാണ്. ആ പുസ്തകത്തിലും ഇതേ കാര്യം തന്നെ ആ പുസ്തകത്തിന്റെ ഒടുവിൽ ഒരു പ്രാർത്ഥനയായിട്ട് പറഞ്ഞിട്ടുണ്ട്, യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണം. ഇവിടെ പ്രവാചകൻ പറയാണ്,
റൈസ് അപ്പ്, റിപ്പയർ, റീബിൽഡ്. എഴുന്നേക്കുക, നിവർന്നു നിൽക്കുക, പണിയുക, ഇടിവുകളെ അടയ്ക്കുക, കുറവുകളെ തീർക്കുക. എന്തിനു വേണ്ടി? അവിടെ എഴുതിയിട്ടുണ്ട്, അവർ ഏദോമിൽ ശേഷിച്ചിരിക്കുന്നവരുടെയും എന്റെ നാമം വിളിക്കപ്പെടുന്ന സകല ജാതികളുടെയും ദേശത്തെ കൈവശമാക്കേണ്ടതിന്. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് എ പർപ്പസ്. പർപ്പസ് എന്താണ്? അനേക ജാതികൾ ഈ കൂടാരത്തിന്റെ ഭാഗമാകാനുണ്ട്. നമുക്ക് മനസ്സിലാകാൻ, നമ്മളിലൂടെ കർത്താവ് അനേകരെ ഈ കൂടാരത്തിന്റെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രാദേശിക സഭകളെ പറ്റി ചിന്തിക്കുക. നമ്മളൊക്കെ വ്യത്യസ്ത സഭകളിൽ കൂടുന്നവരാണ്. നമ്മുടെ ചർച്ചസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മളെ കർത്താവ് ഓരോ ദേശത്താക്കിയിരിക്കുന്നത്, നമ്മളെ ഓരോ രാജ്യത്താക്കിയിരിക്കുന്നത് നമ്മളിലൂടെ ഇതിന് ശത്രുക്കളായിരിക്കുന്ന അനേകരെ സുവിശേഷത്താൽ ദൈവത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടി. അപ്പൊ നാല് കാര്യം: നിവർത്തുക, അടയ്ക്കുക, തീർക്കുക, പണിയുക. 4 things. അങ്ങനെ ചെയ്താൽ ദൈവം സന്ദർശിച്ച് ജനത്തിലൂടെ ദൈവപ്രവർത്തികൾ നടക്കും. അപ്പൊ ഇത് പറയുമ്പോ ഇത് ഫിസിക്കലി, ലിറ്ററലി ആ ജനത്തിന്റെ ഇടയിൽ, അവരുടെ ഇടയിലുണ്ടായ തകർച്ചയെ പറ്റിയാണ് പറയുന്നത്. അവരുടെ ഇടയിലുണ്ടായ ആ പ്രവാസത്തിൽ കൂടെ ഉണ്ടാകുന്ന ഫിസിക്കൽ ഡാമേജും, ആ പട്ടണങ്ങൾ നശിച്ചു പോകുന്ന തകർച്ചയും കാര്യങ്ങളെ പറ്റിയൊക്കെയാണ്. പക്ഷെ നമുക്ക് ഇന്ന് രാവിലെ നമ്മൾ ഇത് ധ്യാനിക്കുമ്പോൾ there are some spiritual breaches. ആത്മീകമായ ചില ഇടിവുകൾ നമുക്ക് ഈ പുസ്തകത്തിൽ നിന്നൊന്ന് പരിശോധിച്ച് നമ്മളെ തന്നെ ഒരു പുതുക്കൈ പണിയലിന് വേണ്ടി, ഒരു റിപ്പയറിന് വേണ്ടി, കർത്താവ് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ആത്മീക ഇടിവുകൾ ഉണ്ടെങ്കിൽ പണിയാൻ വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രഭാതമായി തീരും. ഞാനത് ചെയ്യാൻ തുടങ്ങുന്ന സമയം ചെയ്യുന്നത്, ഈ പുസ്തകത്തിന്റെ മുമ്പിലത്തെ അധ്യായങ്ങൾ, അതായത് 8 മുതൽ, ഇത് 9ആണ്, 8 മുതൽ പുറകിലോട്ടുള്ള അധ്യായങ്ങൾ നമ്മളൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് ഈ ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ആത്മീക ഇടിവുകളെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. 8 മുതൽ പുറകോട്ടുള്ള അധ്യായങ്ങളിൽ നിന്ന് what are some spiritual breaches that happened in the people? ജനത്തിൽ ഉണ്ടായിരുന്ന ചില വീഴ്ചകൾ നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് നോക്കാം. അതിന്റെ വെളിച്ചത്തിൽ നമ്മളിൽ അങ്ങനെ ഒരു ഇടിവുണ്ടെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ പണിത് നമ്മളെ സന്ദർശിക്കുന്ന ഒരു ദൈവമാണ്. 8-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വരാം. 8-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ ഭാഗം, 8-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 5-ാമത്തെ വാക്യവും അതിന്റെ 12-ാമത്തെ വാക്യം, 5ഉം 11ഉം. 8-ന്റെ 5, 11. Amos chapter 8 verse 5 and 11. ധാന്യ വ്യാപാരം ചെയ്യുവാൻ തക്കോണം അമാവാസിയും കോതമ്പ് പീടിക തുറന്നു വയ്പാൻ തക്കോണം ശബത്തും എപ്പോൾ കഴിഞ്ഞു പോകും എന്ന് പറഞ്ഞ് വേഴ്സ് 11. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നുവെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഈ ഭാഗം നമ്മൾ ഒരിക്കലും ഇവിടെ ധ്യാനിച്ചതാണ്. ഒന്നാമതായിട്ട് നമ്മൾ ആ ഒരു സ്പിരിച്വൽ ഇടിവായിട്ട്, സ്പിരിച്വൽ ബ്രീച്ച് ആയിട്ട് നമ്മൾ ഇവിടെ കാണേണ്ടത് ദൈവവചനത്തോടുള്ള ഒരു വിശപ്പ് കുറഞ്ഞു പോകുന്ന അനുഭവം ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രശ്നമാണ്. ജനത്തിന്റെ ഇടയിൽ അവർക്ക് ദൈവവചനത്തോട് വലിയ താല്പര്യമില്ല, അതിനോട് വലിയ താല്പര്യം ഇല്ലാത്തൊരു സമയം. അപ്പൊ ഒന്നാമതായിട്ട് റിപ്പയർ നടക്കേണ്ട ഒരു സ്ഥലം, it is the altar of God's word. ഞാൻ ചിന്തിച്ചപ്പോൾ yes, it is true for most of the churches today. പല സഭകളിലും പലയിടത്തും പ്രധാന പ്രശ്നം ഇതാണ്, ദൈവവചനത്തോട് വലിയ താല്പര്യമില്ല. പ്രത്യേകിച്ച് നമ്മൾ 2 വാക്യങ്ങൾ വായിച്ചു. 5-ാമത്തെ വാക്യം അവര് സംസാരിക്കുന്ന കാര്യം പറയാണ്. അവരിപ്പം ആലയത്തിൽ ചെന്ന് ഇരിക്കുമ്പോൾ അവര് ചിന്തിക്കുക, നമ്മുടെ പീടിക തുറക്കാൻ ഈ ശബത്ത് എപ്പോ കഴിയും, ഈ ഉത്സവവും ഈ യോഗവും ഈ മീറ്റിംഗ് എപ്പോ കഴിയും, ഇത് എത്ര നേരം കൂടെ നമ്മൾ കേട്ടിരിക്കണം, ഇത് എത്ര മണി വരാണ്, നമുക്ക് ഇതിന് പകരം എന്തോ ചെയ്താൽ മതിയായിരുന്നു, കട തുറന്നിരുന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെ പ്രയോജനപ്പെട്ടേനെ എന്ന് ചിന്തിക്കുക. They hated God's word. ദൈവവചനം അവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട്
പെട്ടെന്ന് ഇത് തീരണമെന്ന് ആഗ്രഹിക്കുക. കാരണം പെട്ടെന്ന് തീർന്നെങ്കിൽ അവർക്ക് അവരുടെ ബിസിനസ്സിലേക്ക് പോകാം. ഇസ്രായേൽ മക്കൾ ദേ നോ ലോങ്ങർ ഡിലൈറ്റഡ് ഇൻ ഗോഡ്സ് വേർഡ്. ദൈവ വചനം അവർക്ക് ആനന്ദം നൽകിയില്ല. their hearts were bored. ദൈവവചനം കേൾവി അവർക്കൊരു ബോറിംഗ് ആയിട്ട്, ദൈവവചന പഠനം അവർക്ക് വലിയ താല്പര്യമില്ല, ദൈവവചനത്തിന്റെ വെളിപ്പാട് വലിയ താല്പര്യമില്ല. പക്ഷെ ഈ ലോകത്തിന്റെ ബിസിനസ്സും പ്രോഫിറ്റും അവരുടെ പീടികയും അവരുടെ കച്ചവടവും മാത്രമായി അവരുടെ ചിന്ത. എ പീപ്പിൾ ഹു നോ ലോങ്ങർ ഡിലൈറ്റഡ് ഇൻ ഗോഡ്സ് വേർഡ്. ദൈവ വചനത്തിൽ താല്പര്യമില്ലാത്തൊരു കൂട്ടം. Even today, that's a problem, as I said, in several churches. നമ്മൾ ചർച്ചിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സുകൾ പലപ്പോഴും നമ്മുടെ ബിസിനസ്സിലേക്കും നമ്മുടെ മാർക്കറ്റ് പ്ലേസിലേക്ക് പോകുന്ന അനുഭവം. നമുക്ക് ദൈവ വചനത്തെ സ്നേഹിച്ച് വചനത്തെ കേൾക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തെ നമുക്കൊന്ന് ശോധന ചെയ്യാം. ദൈവവചനത്തോടുള്ളൊരു താല്പര്യം കുറഞ്ഞിട്ടുണ്ടോ? നമ്മൾ പഠിക്കേണ്ടത് ദൈവ വചനമില്ലെങ്കിൽ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ദൈവവചനമില്ലെങ്കിൽ ആത്മീക വളർച്ച നമുക്കുണ്ടാകത്തില്ല. ദൈവവചനമില്ലെങ്കിൽ ദൈവ സാന്നിധ്യം നമുക്കില്ലാതെ പോകും. ദൈവവചനത്തോട് ശരിയായ ഒരു സമീപനം നമുക്ക് അത്യാവശ്യമാണ്. നോട്ട് എന്റർടൈൻമെന്റ്, ബട്ട് വി നീഡ് ടു ഹാവ് ആൻ ഹങ്കർ ഫോർ ഗോഡ്സ് വേർഡ്. ദൈവവചനത്തോട് ഒരു ദാഹം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പുതുനിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് തെസലോനിക്കയിൽ പോയി ശുശ്രൂഷിച്ച് പെട്ടെന്ന് അവിടെ ഒരു ഒപ്പോസിഷൻ ഡെവലപ്പ് ആയപ്പോൾ അവിടുന്ന് തനിക്ക് മറ്റു സ്ഥലത്തേക്ക് പോകേണ്ട ഒരു അനുഭവം ഉണ്ടായി. പെട്ടെന്ന് അവിടുന്ന് മറ്റൊരിടത്തേക്ക് പോകേണ്ട വന്നു. പിന്നീട് ആ ജനത്തെ ഓർത്ത് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതി അയക്കുമ്പോൾ ആ സഭയെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതൊന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഫസ്റ്റ് തെസലോണിയൻസ് ചാപ്റ്റർ 2, 1 തെസലോനിക്ക ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ 13-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. 2:13. ഫസ്റ്റ് തെസലോനിയൻസ് 2:13. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ട് മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കണമേ, ആ വാക്യത്തിൽ പൗലോസ് ഓർത്ത് അവരെ പറ്റി ദൈവത്തെ സ്തുതിക്കുന്ന ഭാഗം ഇതാണ്. ഞങ്ങൾ വന്ന് ദൈവവചനം പ്രസംഗിച്ചു. 2 വട്ടം ആ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവവചനം, ദൈവവചനമായിട്ട് എന്ന് പറഞ്ഞാൽ പ്രസംഗം കേൾക്കുമ്പോൾ ആക്ച്വലി ആരാ സംസാരിക്കുന്നത്? ഗോഡ് ഈസ് സ്പീക്കിംഗ്. ഞങ്ങളാണ് പ്രസംഗിച്ചത്, ശരിയാണ്, മനുഷ്യരെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. ഒപ്പം നമ്മുടെ ഒരു കോണ്ടക്സ്റ്റിൽ പറഞ്ഞാൽ ഓരോ ദിവസം ഓരോരുത്തരായിരിക്കും പ്രസംഗിക്കുന്നത്. വ്യത്യസ്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ വേറൊരു ദൈവദാസനായിരിക്കാം, പലരായിരിക്കും സംസാരിക്കുന്നത്. പക്ഷെ ആര് സംസാരിച്ചാലും അത് ദൈവമാണ് സംസാരിക്കുന്നുള്ള ബോധ്യത്തിൽ അതിനെ സ്വീകരിപ്പാൻ കഴിയണം. പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം അവിടെ ശ്രദ്ധിച്ചത്, ആ വാക്യം വായിച്ചപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചു കാണും. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ട് മനുഷ്യന്റെ വചനമായിട്ടല്ല, അടുത്ത ഭാഗം സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ല, നിങ്ങൾ കൈക്കൊണ്ടതിന് ഞങ്ങൾ നിങ്ങളെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു അല്ല എഴുതിയിരിക്കുന്നത്. സത്യത്തിൽ അങ്ങനല്ലേ പറയണ്ടേ? 1 മണിക്കൂർ 1.5 മണിക്കൂർ നിങ്ങൾ ഈ ദൈവവചന പഠനം കൃത്യമായി കേട്ടിരിക്കുന്ന നിങ്ങളെ വളരെ വെരി ഗുഡ്, നിങ്ങളെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു എന്നാണ് സാധാരണ നമ്മൾ പറയാറ്. പക്ഷെ അതല്ല അവിടെ പറയുന്നത്. പൗലോസ് പറയാ, നിങ്ങൾ അങ്ങനെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ആരെ സ്തുതിക്കുന്നു? ഇടവിടാതെ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന്റെ അർത്ഥം ജനത്തിന്റെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിച്ചു. ദൈവവചനത്തെ അങ്ങനെ കൈക്കൊള്ളാൻ ദൈവം ഒരു ആഗ്രഹം ജനത്തിന്റെ ഹൃദയത്തിൽ കൊടുത്തു. അത് സാധിക്കുന്നത് പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥനയിൽ മാത്രമാണ്. നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മൾ പ്രസംഗിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മൾ നമ്മുടെ ഹൃദയം ഒരുക്കണം, നമ്മൾ ദൈവദാസന്മാരെ കർത്താവ് ഉപയോഗിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും പഴയ നിയമപുസ്തകങ്ങളിൽ പലയിടത്ത് ഈ സങ്കീർത്തനങ്ങളൊക്കെ വായിച്ചാൽ വളരെയധികം സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, എന്റെ ഹൃദയം നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എന്റെ ഹൃദയത്തെ ചായ്ക്കുമാറാകണമേ. ഇൻക്ലൈൻ മൈ ഹാർട്ട് ടു യുവർ ടെസ്റ്റിമണീസ്. അതൊരു പ്രാർത്ഥനയാണ്. വചനം കേൾക്കുമ്പോൾ അതിനോടൊരു ആവേശവും ഒരു താല്പര്യവും ഉണ്ടാകാൻ ഞങ്ങളുടെ ഹൃദയത്തെ, അതുപോലെ അതേ സങ്കീർത്തനത്തിൽ പറയുന്നതാണ്, നിന്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ
തുറക്കണമേ, കണ്ണുകളെ തുറക്കണമേ. ഇറ്റ്സ് ബൈ പ്രേയർ ദാറ്റ് ഗോഡ് ഇഗ്നൈറ്റ്സ് അവർ ഹാർട്ട് ടു ലിസൺ ഗോഡ്സ് വേർഡ്. ദൈവമുള്ളവരെ, നമ്മളെ ഒന്ന് ഇതിന്റെ മുമ്പിൽ ചോദന ചെയ്തു. ആ ജനത്തിന് ഒരു ഡിലൈറ്റ് അല്ലായിരുന്നു, ദൈവജനത്തിൽ അവർ രസിക്കുന്നവരല്ലായിരുന്നു. നമ്മളൊന്ന് തിരിച്ചു നോക്കിക്കേ. ഞാൻ ഈ പ്രയർ ലൈനിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് ഇസ് മാർക്ക് ബൈ പ്രീച്ചിങ് ഓഫ് ഗോഡ്സ് ട്രൂ. ദൈവജനത്തിന്റെ സത്യങ്ങൾ ദിനംതോറും കേൾക്കുന്നവരാണ് നമ്മളെല്ലാം. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ചിന്തിക്കുക, ദൈവവചനത്തിന്റെ ധ്യാനം നമുക്ക് ഒരു എക്സൈറ്റ്മെന്റ് ആണോ? ദൈവവചനത്തിന്റെ ധ്യാനങ്ങൾ നമ്മുടെ ആത്മാവില് സന്തോഷമാണോ? ദൈവവചനത്തിന്റെ കേൾവി, ദൈവവചനത്തിന്റെ ധ്യാനം നമ്മുടെ ഉള്ളിൽ ഒരു ദൈവത്തിന്റെ ശബ്ദമാണ്, ദൈവം നമ്മളോട് സംസാരിക്കുന്ന നിമിഷങ്ങളാണെന്ന് പറയുന്ന അനുഭവം നമുക്കുണ്ടോ? സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. യെസ്, ദ ഫയർ വാസ് അപ്പോൺ മൈ മെഡിറ്റേഷൻ. നമ്മൾ പ്രാർത്ഥിക്കണം, ലോർഡ് ഇൻക്രീസ് മൈ ഹങ്കർ. ദൈവവചനത്തിൽ രസിപ്പാൻ ഒരു കൃപ നൽകണമേ. ദൈവവചനത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. ദൈവവചനത്തോടുള്ള ആവേശവും സ്നേഹവും ആ സന്തോഷം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, അപ്രകാരം ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവവചനത്തിലേക്ക് ചായ്ക്കണമേ. അപ്പൊ 8-ാം അധ്യായത്തിലെ പ്രശ്നം, അവർ ദൈവവചനത്തിൽ ആനന്ദിക്കാൻ കഴിയാതെ അത് എപ്പോൾ തീരുമെന്ന് ഓർത്തിരിക്കുന്ന ഒരു ജനമായിരുന്നു 8-ാമത്തെ അധ്യായം. 7-ാമത്തെ അധ്യായത്തിലെ പ്രശ്നം ഇതിനേക്കാളും ഗുരുതരമായ പ്രശ്നമാണ്. 8-ാം അധ്യായത്തിൽ ഇവർ അന്യോന്യം സംസാരിക്കുന്നതേ ഉള്ളൂ, ഇത് എപ്പോൾ തീരും, ഇന്നിതോ എത്ര മണി വരെ ഉണ്ടെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇതിനേക്കാളും നല്ലത് വരാതിരിക്കുന്നതെന്നൊക്കെ സംസാരിച്ചതേ ഉള്ളൂ. പക്ഷെ 7-ാം അധ്യായത്തിലെ പ്രശ്നം എന്താ അറിയോ? ഒരാൾ എഴുന്നേറ്റ് ചെന്നിട്ട് പറഞ്ഞു, ഇനി മേലാൽ നിന്റെ പ്രവചനം ഇവിടെ. 7-ാം അധ്യായത്തിലെ പ്രശ്നം, ദേ റിജക്റ്റഡ് ദ പ്രൊഫറ്റിക് വോയിസ്, ദേ ബാൻഡ് ദ പ്രീച്ചർ. പ്രവാചകനെ തന്നെ അവർ ഒഴിവാക്കി. ഇനി നീ ഇവിടെ പ്രസംഗിക്കണ്ട, ഇവിടെ ഇനിയുള്ള പ്രസംഗങ്ങൾ വേണ്ട. ഇവിടെ ഞങ്ങൾക്ക് സന്തോഷമുള്ള, ഞങ്ങളെ സുഖിപ്പിക്കുന്ന, ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ പോകുന്ന കാര്യങ്ങൾ മാത്രം മതി. ഈ മാനസാന്തരവും ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നും ന്യായവിധി വരുന്നുണ്ടെന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ വേണ്ട. ഇനി ഇവിടെ ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഷോർട്ട് സർമൺസ് മാത്രം മതി. ഒത്തിരി ലോങ് ആയിട്ടുള്ളതൊന്നും വേണ്ട, ചെറിയ സന്ദേശങ്ങൾ, ഞങ്ങൾക്ക് സന്തോഷമുള്ളത് മാത്രം മതി. 7-ാം അധ്യായത്തിൽ അവർ പ്രവാചകനെ പുറത്താക്കി. 6-ാം അധ്യായത്തിലെ പ്രശ്നം, 6-ാമത്തെ അധ്യായത്തിലെ ഒരു ഇടിവെന്ന് പറഞ്ഞാൽ അത് മെറ്റീരിയലിസമാണ്. ഒരു വ്യാജ സെക്യൂരിറ്റി, ഫോൾസ് സെക്യൂരിറ്റി. എന്താ കാരണം എന്നറിയാമോ? എല്ലാമായി. 6-ാം അധ്യായം നമുക്കൊന്ന് നോക്കാം. 6-ാം അധ്യായത്തിന് 1-ാം വാക്യം നോക്കി. ആമോസ് 6:1. സിയോനിൽ സ്വൈരികളായി ശമരിയ പർവ്വതത്തിൽ നിർഭയരായി ജാതികളിൽ പ്രധാനമായതിൽ ശ്രേഷ്ഠന്മാരായി ഇസ്രായേൽ ഗൃഹം വന്നു ചേരുന്നവരായുള്ളവരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അവനെ പറ്റി പറഞ്ഞുണ്ട്, ദേ ആർ ഈസ് ഇൻ സയോൺ സെക്യൂർ ഓൺ മൗണ്ട് സമറയ. അവര് എല്ലാമായി സുരക്ഷിതമായിട്ടിരിക്കുക. 6-ാം അധ്യായം നിങ്ങൾ പിന്നീട് വായിക്കണം. പ്രവാചകൻ അവരുടെ ആ പ്രോസ്പെരിറ്റിയെ പറ്റി പറയുന്നുണ്ട്. അവർ ആനക്കൊമ്പ് കൊണ്ടുള്ള കട്ടിൽമേൽ കിടക്കുന്നു, ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും തൊഴുത്തിൽ നിന്ന് പശുക്കിടാക്കളെയും തിന്നുന്നു എന്ന് പറഞ്ഞാൽ കിടക്കാൻ നല്ല സൗകര്യമുണ്ട്, കഴിക്കാൻ എല്ലാം ഉണ്ട്, കുടിക്കാനെല്ലാം ഉണ്ട്, എല്ലാം കൊണ്ടും നല്ലതായിട്ടിരിക്കുക. അപ്പൊ പിന്നെ ന്യായവിധി വരുമെന്നും, അപ്പൊ പിന്നെ ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നൊക്കെ പറയുമ്പോ അവര് പറയേ അതിന്റെ ഒന്നും ആവശ്യമില്ല. നൗ വി ഹാവ് എവറിത്തിങ്. എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? നമ്മുടെ ഉള്ളിലും ഇത് കടന്നു വരാം. വെൻ വി ആർ മെറ്റീരിയലി ബ്ലെസ്ഡ്, നമ്മൾ ആഗ്രഹിച്ചതൊക്കെ കർത്താവ് തരുമ്പോൾ ചിലപ്പോൾ നമുക്ക് അറിയാതെ ആശ്രയം ദൈവത്തിൽ നിന്ന് മാറാൻ സാധ്യതയുണ്ട്. പുതിയ നിയമത്തില് ഒരു സഭയോട് ദൂത് പറയുമ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്ന എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കാൻ. യഥാർത്ഥ ആത്മീക അവസ്ഥ കാണാൻ പറ്റുന്നില്ല. അവര് സമ്പന്നനാണ്, ഞങ്ങൾക്കെല്ലാം ഉണ്ടെന്ന് ചിന്തിച്ചിരിക്കുക. വെൻ വി റീപ്ലേസ്, ദൈവത്തിലുള്ള ആശ്രയം മാറി, ദൈവത്തെ ആശ്രയിക്കുന്ന അനുഭവങ്ങൾ മാറി, നമ്മുടെ കയ്യിലുള്ള നമുക്ക് കർത്താവ് നൽകിയ ഇഹലോകത്തിലെ നന്മകളിലേക്ക് ആശ്രയം തിരിഞ്ഞാൽ, there is a serious problem. Where is our heart? Where is our trust? Misplaced trust upon wealth. ദൈവത്തെ ആശ്രയിക്കേണ്ട നമ്മൾ, ദൈവത്തിൽ ആശ്രയിക്കേണ്ട ജനം അന്നത്തെ സൈന്യത്തിലേക്കും അവർക്കുണ്ടായിരുന്ന സമ്പത്തിലേക്കും അവരുടെ സുരക്ഷയിലേക്കും ആശ്രയിച്ചു. 6-ാം അധ്യായത്തിലെ പ്രശ്നം മെറ്റീരിയലിസമാണ്,
സെക്യൂരിറ്റിയാണ്, ഒരു വ്യാജ സെക്യൂരിറ്റിയുടെ ചിന്തയാണ്. 5-ാം അധ്യായത്തിലെ മറ്റൊരു ഇടിവ് ആരാധനയോടുള്ള ബന്ധത്തിലാണ്. 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കുക. പ്രവാചകൻ ശക്തമായ ഭാഷയിൽ താക്കീത് കൊടുക്കുന്നതാണ്. 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് നോക്കി. 21-ാമത്തെ വാക്യം. Amos 5:21. നിങ്ങളുടെ ഉത്സവങ്ങളെ ഞാൻ ദ്വേഷിച്ച് നിരസിക്കുന്നു. നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദം ഇല്ല. അവരുടെ യോഗങ്ങളും അവരുടെ സഭായോഗങ്ങൾ, യാഗങ്ങൾ, അവരുടെ പാട്ടുകൾ, അവരുടെ സമാധാനയാഗം, ബോധനയാഗം, ഹോമയാഗത്തെയൊക്കെ നോക്കി ദൈവം പ്രവാചകനോട് പറയാ, എനിക്കിതിലൊന്നും പ്രസാദമില്ല. എന്തുവാ കാരണം? വർഷിപ്പ് ഉണ്ട്, പക്ഷെ ജീവിതത്തിൽ വേണ്ട ക്രമീകരണമില്ല. ആരാധന കേവലം വാക്കുകളിൽ മാത്രമാണ്, പാട്ട് മാത്രമേ ഉള്ളൂ, പക്ഷെ ജീവിതത്തിൽ ആരാധനയില്ല. ജീവിതം ശരിയല്ല, പക്ഷെ ഭയങ്കര വർഷിപ്പാണ്. അതാണ് പ്രവാചകൻ പറഞ്ഞത്, എനിക്കിതൊന്നും വേണ്ട. നീതി ഇന്ത്യയെ, ന്യായം ഇന്ത്യയെ, അന്യോന്യം ഉണ്ടാകേണ്ട ഐക്യതയും കൂട്ടായ്മയും ഒന്നുമില്ല, പക്ഷെ ആരാധന നടക്കുകയാണ്. വർഷിപ്പ് ഉണ്ട്, ബട്ട് പീപ്പിൾ ആർ ലിവിങ് ഇൻ സിൻ. ഞായറാഴ്ചയിൽ യോഗത്തിലുണ്ടായിരിക്കും, പക്ഷെ മറ്റു ദിവസങ്ങളിൽ ജീവിതം കൊണ്ട് ദൈവത്തെ ആരാധിക്കാത്തൊരു കൂട്ടമായിട്ട് അവർ തീരുകയാണ്. പണിയപ്പെടണം. ആത്മീകമായ ഇടിവുകളെ പണിയണം. ഏതിടിവ്? വചനത്തിന്റെ ഇടിവുണ്ടെങ്കിൽ അത് പണിയണം. ഇടിവ് പണിയണം. ഏത്? ദൈവവചന ശുശ്രൂഷയോട് മുഖം തിരിച്ചിരിക്കുന്ന ഇടിവുണ്ടെങ്കിൽ അത് പണിയപ്പെടണം. ഇടിവുകൾ പണിയണം. ഏതിടിവ്? ദൈവത്തിൽ ആശ്രയിക്കേണ്ട നമ്മൾ ദൈവത്തിൽ നിന്ന് ദൈവം നൽകിയ ഇഹലോകത്തിലെ നന്മകളിലേക്ക്, നമ്മളുടെ ബലത്തിലേക്ക്, നമുക്കുള്ള നന്മകളിലേക്ക് ആശ്രയം തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മടങ്ങി വരണം. പുരാതന കാലത്തെന്ന പോലെ പണിയപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവസഭയുടെ ആശ്രയം, ദൈവമക്കളുടെ സങ്കേതം ദൈവം മാത്രമാണ്. പണിയപ്പെടണം. ആരാധനയുടെ യാഗപീഠം പണിയണം. ആരാധന കേവലം നമ്മൾ പാടുന്ന പാട്ടും നമ്മൾ ഉണ്ടാക്കുന്ന ശബ്ദം മാത്രമല്ല. ജീവിതത്തിലെ എല്ലാ ദിവസത്തിലും ദൈവത്തെ ജീവിതം കൊണ്ട് ആരാധിക്കുന്ന നമ്മളാണ്. ദൈവസന്നിധിയിൽ നമ്മുടെ ശബ്ദം കൊണ്ടും നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ബലം കൊണ്ടും ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരു യാഗമായി തീരണം. അതല്ലേ പുതിയ നിയമത്തിൽ പറഞ്ഞത്? ജീവനും പ്രസാദവും ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി നിങ്ങളെ തന്നെ സമർപ്പിക്കണം. കേവലം നോട്ട് ഓൺ എ സൺഡേ ക്രിസ്ത്യൻസ് അല്ല, എല്ലാ ദിവസവും നമ്മളെ തന്നെ ഈ യാഗപീഠത്തിൽ വെക്കുകയാണ്. ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു സമർപ്പണമാണ് ഉണ്ടാവുക. പക്ഷെ അവരുടെ ഇടയിൽ അതില്ല. അവരുടെ ഇടയിൽ എല്ലാം ഉണ്ട്, പക്ഷെ ജീവിതം ക്രമത്തിലല്ല. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിനേക്കാളും ഗുരുതര വീഴ്ചയാണ്. 4-ാം അധ്യായത്തിൽ പണിയണമെന്ന് പറയുന്ന ഓൾട്ടർ. ഇറ്റ് ഇസ് ദി ഓൾട്ടർ ഓഫ് ഫാമിലി. ഇറ്റ് ഇസ് ദി ഓൾട്ടർ ഓഫ് കമ്മ്യൂണിറ്റി. 4-ാം അധ്യായത്തിന്റെ ഒരു വാക്യം വേണേ നമുക്ക് നോക്കാം. ചില ശക്തമായ ഭാഷയിലാണ് പറഞ്ഞിരിക്കുന്നത് പ്രവാചകൻ. 4-ന്റെ 1-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. 4-ന്റെ 1-ാമത്തെ വാക്യം. Amos 4:1. എളിയവരെ പീഡിപ്പിക്കുകയും ദരിദ്രന്മാരെ തകർക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാരോട് കൊണ്ടുവരുവീൻ, ഞങ്ങൾ കുടിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്ന ശമരിയ പർവ്വതത്തിലെ ഭാഷാന്യ പശുക്കളെ ഈ വചനം കേൾപ്പീൻ. ഭയങ്കര ശക്തമായ ഭാഷയിലാണ്. കാര്യം ഇത്രയേ ഉള്ളൂ, ഓർഡർ ഇല്ല. ഫാമിലിയിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു ഓർഡർ ഉണ്ട്, ആ ഓർഡറിനെ അട്ടിമറിച്ച് കളഞ്ഞു. കമ്മ്യൂണിറ്റിയിൽ വെച്ചിരിക്കുന്ന ഒരു ഓർഡർ ഉണ്ട്, ആ ഓർഡറിനെ അട്ടിമറിച്ച് കളഞ്ഞു. പക്ഷെ അവരെല്ലാം കൃത്യമായി ദശാംശം കൊടുക്കുന്നവരാണ്. 4-ന്റെ 3-ാമത്തെ വാക്യത്തിൽ അതാണ് പറഞ്ഞത്. ടൈത്ത് കൃത്യം കൊടുക്കുന്നുണ്ട്, യാഗം എല്ലാ ദിവസവും രാവിലെ നടത്തുന്നുണ്ട്. പക്ഷേ ദൈവം പറയാ, ആദ്യം ക്രമം ദൈവം വെച്ചിരിക്കുന്ന ഓർഡർ ശരിയാക്കുക, എന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രസാദം ഉണ്ടാവത്തുള്ളൂ. പണിയപ്പെടണം. ഏത് യാഗപീഠം? കുടുംബത്തിൽ പണിയേണ്ട യാഗപീഠം. കുടുംബ ബന്ധങ്ങൾ ശരിയല്ലെങ്കിൽ അത് പണിയപ്പെടണം. കുടുംബ ബന്ധങ്ങൾ വിള്ളലുണ്ടെങ്കിൽ അത് പണിയപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ഇന്ന് പ്രഭാതത്തിലും പണിയുന്നത് ദൈവമാണ്. സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ പണിയുന്ന ദൈവമാണ്. ഫോർ ദ ചർച്ചസ്, നമ്മളൊക്കെ ഓരോ കൂട്ടായ്മകളിൽ ഭാഗമാണ്. ആ ചർച്ചിൽ നമ്മളെ കർത്താവ് ആക്കിയിരിക്കുന്നിടത്തുണ്ടാകേണ്ട കൂട്ടായ്മയുടെ ഐക്യതകളുണ്ട്. അതിന് വിള്ളലുണ്ടായാൽ അതിൽ പ്രസാദിക്കുന്ന ദൈവമല്ല. ആ വിള്ളലുകൾ പണിയേണ്ടത് ആവശ്യമാണ്. ആ ഇടിവുകൾ നികത്തേണ്ടത് ആവശ്യമാണ്. കുടുംബത്തിൽ, കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകേണ്ട ഓർഡറിനെ പറ്റി കാണും 4-ാമത്തെ അധ്യായം. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവവുമായിട്ടുണ്ടാകേണ്ട കൂട്ടായ്മയുടെ ഒരു ബന്ധമാണ്. ഒരു വാക്യം മാത്രം നമുക്ക് നോക്കാം. 3-ാം അധ്യായത്തിന്റെ
മൂന്നാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. 3-ന്റെ 3-ാമത്തെ വാക്യം. ആമോസ് 3:3 രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? രണ്ടുപേരും ഒത്തിട്ടല്ലാതെ ഒന്നിച്ച് നടക്കത്തില്ല. വ്യാഖ്യാനിക്കാൻ സമയം ഞാൻ ഇപ്പൊ എടുക്കുന്നില്ല. കാര്യം എത്രയേ ഉള്ളൂ, ദൈവവുമായിട്ടൊരു ഒരു ഒരു ഇന്റിമസി ഉണ്ടാവും. ദർ ഷുഡ് ബി എ കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്. രണ്ടുപേരും ഒന്നിച്ചിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ പറ്റത്തില്ല. അത് പ്രാർത്ഥനയെ പറ്റിയും ദൈവമായിട്ടുള്ള അടുപ്പത്തെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കും. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. എനിക്കറിയാം ഞാൻ ഇച്ചിരി പെട്ടെന്നാ പറഞ്ഞത്, കാരണം ഈ അധ്യായ പുസ്തകങ്ങൾ നിങ്ങൾ മുഴുവനായിട്ട് വായിക്കണം. ദ തിങ് ഈസ്, ഈ 9-ാം അധ്യായത്തിൽ ഗോഡ് വിൽ വിസിറ്റ് ദ പീപ്പിൾ, ഗോഡ് വിൽ റീബിൽഡ് ദ പീപ്പിൾ. ചില ആത്മീയ ഇടിവുകളെ നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. പല കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ 1-2 കാര്യം. ഒന്ന്, ദൈവവചനത്തിന്റെ യാഗപീഠം പണിയപ്പെടുന്നു. ദൈവവചനത്തോടുള്ള ആ വിശപ്പ് കുറഞ്ഞു പോകും, ആ ആഗ്രഹം കുറഞ്ഞു പോകുന്ന ഒരു പ്രശ്നം അവർക്കുണ്ടായിരുന്നു. അത് പണിയപ്പെടും. പ്രവാചകനോട് വേണ്ടെന്ന് പറഞ്ഞ് പ്രവാചകൻ ഒഴിവാക്കുന്ന അനുഭവം ഉണ്ടായി, അത് തിരുത്തപ്പെടണം. ആരാധനയിൽ ക്രമക്കേടുണ്ട്, അത് പണിയപ്പെടണം. ഇങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് സംഭവങ്ങൾ ഈ പുസ്തകം നമുക്ക് വായിച്ചാൽ കാണാം. പക്ഷെ ഇതിനകത്തിൽ ഏറ്റവും നല്ല കാര്യം ഈ 11-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, ഞാൻ ഇത് പണിയാം. ഇന്ന് പ്രഭാതം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ആത്മീക അവസ്ഥയെ നമ്മളൊന്ന് ഇതിനു മുമ്പിൽ ശോധന ചെയ്യണം. നമ്മൾ ആ ജനത്തെ പറ്റിയാണ് ചിന്തിച്ചത്. പക്ഷെ ആ ജനത്തിന്റെ ആത്മീക എന്താ പറയുക, സ്പിരിച്വൽ എക്സാമിനേഷൻ നടത്തിയ ഒരു സ്പിരിച്വൽ അവരുടെ ആത്മീക നിലവാരം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ നമ്മളെ അതിന് മുമ്പിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. നമ്മുടെ ജീവിതം എവിടെ നിൽക്കുന്നു? ദൈവവചനത്തോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ്? ദൈവവചനത്തോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ്? ജീവിത വിശുദ്ധിയോടുള്ള നമ്മുടെ സമീപനം അങ്ങനെയാണ്. പുറമേ വി ക്യാൻ ഓൾ ആക്ട് ഹോളി എന്നിപ്പോ പ്രസംഗിക്കുന്നു അല്ലെ പാടുന്നു, നമുക്കിതെല്ലാം പുറമേ നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ ദൈവം പുറമേ നമ്മൾ ചെയ്യുന്നതിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുന്ന ഒരു കർത്താവുണ്ട്. ആരാധന എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവം പ്രസാദിക്കുകയല്ല, ആരാധിക്കുന്ന വ്യക്തിയുടെ ജീവിതം കൂടെ കർത്താവ് നോക്കുകയാണ്. 1 മണിക്കൂറത്തെ പെർഫോമൻസ് അല്ലല്ലോ വർഷിപ്പ്, നമുക്കതറിയാം. നമ്മൾ പലപ്പോഴും അതിൽ ഇംപ്രസീവ് ആവാൻ ശ്രമിക്കുമ്പോൾ God looks at our heart. ദൈവം നമ്മുടെ ഹൃദയത്തെ നോക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ആ ദർശനത്തിൽ നമ്മൾ കണ്ടതുപോലെ തൂക്കുകട്ടയുമായിട്ട് ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ ഒന്ന് തന്റെ സ്റ്റാൻഡേർഡിന് മുമ്പിൽ നിർത്തുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് സമർപ്പിക്കപ്പെടാൻ തയ്യാറായ, കുടുംബത്തിൽ യഥാസ്ഥാപനങ്ങൾ നടക്കണമെങ്കിൽ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് അന്യോന്യം ക്ഷമിക്കാൻ പറ്റുന്നില്ല, പൊറുക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല, കരുതാൻ പറ്റുന്നില്ല, ഒരു സ്പിരിച്വൽ യൂണിറ്റി നമ്മുടെ ഇടയിൽ ഇല്ലെങ്കിൽ, നമ്മുടെ ചർച്ചസിൽ ഇല്ലെങ്കിൽ, വി ഹാവ് ടു സറണ്ടർ. നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ പണിയുന്ന ഒരു കർത്താവാണ്. ഇഫ് വി ആർ വില്ലിംഗ് ടു ബി റീബിൽഡ്, പണിയപ്പെടാൻ തയ്യാറാണെങ്കിൽ നമ്മൾ വായിച്ച വാക്യം ഇതാണ്, ഗോഡ് വിൽ റിവൈവ് അസ്. കർത്താവ് നമ്മളെ ഉണർത്തും, കർത്താവ് നമ്മളെ ഉപയോഗിക്കും, കർത്താവ് നമ്മളിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കും. ദാറ്റ് ഈസ് മൈ മെസ്സേജ് ടുഡേ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം. ഈ പ്രെയർ ലൈനിലോടും കർത്താവിനെ ഈ വചനത്തിൽ കൂടെ സംസാരിക്കാനുണ്ട്. നമ്മൾ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമെങ്കിൽ, നമ്മൾ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ പണിത് നമ്മളിലൂടെ കർത്താവ് വൻ കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. God will visit us in a very different and very specific manner. വളരെ വ്യത്യസ്തമായി കർത്താവ് നമ്മളിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് വരാം. സമയം ഏറെക്കുറെ അവസാനിക്കുന്നല്ലോ. നമ്മൾ വായിച്ച കുറിവാക്യം 9-ന്റെ 13-ാമത്തെ വാക്യമാണ്. നമ്മൾ പണിയപ്പെടാൻ സമർപ്പിക്കുമെങ്കിൽ, നമ്മളുടെ ജീവിതത്തിൽ കർത്താവിന് നമ്മൾ ദൈവസന്നിധിയിലേക്കൊന്ന് ആത്മാർത്ഥമായി സിൻസിയർ ആയിട്ട് സമർപ്പിച്ചാൽ, God will build us and God will use us. And when God will use us, how that will be, അതെങ്ങനെ ഇരിക്കും? ഒരു പിക്ചർ നൽകുകയാണ്, എ മെറ്റഫർ നൽകുകയാണ്. ദൈവം സന്ദർശിക്കുമ്പോൾ, ദൈവം ഒരു സഭയെ സന്ദർശിച്ചാൽ, ദൈവം ഒരു കൂട്ടായ്മയെ സന്ദർശിച്ചാൽ, ദൈവം തന്റെ കൂടാരത്തെ നിവർത്തുമ്പോൾ അതെങ്ങനെ ഇരിക്കുമെന്നുള്ളതിന്റെ ഒരു മെറ്റഫർ ആണ് 13-ാമത്തെ വാക്യം. ആ വാക്യം ഒന്ന് നോക്കണം. 13-ാമത്തെ വാക്യം, ആമോസ് 9:13 ഉഴുന്നവൻ കൊയ്യുന്നവനെയും മുന്തിരിപ്പഴം ചവിട്ടുന്നവൻ വിതയ്ക്കുന്നവനെയും തുടർന്ന് എത്തുകയും പർവ്വതങ്ങൾ പൊതുവീഞ്ഞു പൊഴിക്കുകയും എല്ലാ കുന്നുകളും ഉരുകിപ്പോവുകയും ചെയ്യുന്ന നാളുകൾ വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. കേൾക്കണം. ഞാൻ അതിന്റെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞു. വരാൻ പോകുന്ന നാളിൽ കർത്താവ് സഭ എന്ന് പറയുന്ന കൂടാരത്തെ നിർത്തും. കർത്താവ് അതിൽ ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുവരും.
ആ ദൈവത്തിന്റെ പണിയെ, ആ ദൈവത്തിന്റെ സന്ദർശനത്തിന്റെ ഒരു പിക്ചർ പറയാണ്. ഇതൊരു അഗ്രികൾച്ചറൽ മെറ്റഫർ ആണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഉഴുന്നവൻ, കൊയ്യുന്നവൻ, മുന്തിരിപ്പഴം ചവിട്ടുന്നവൻ, വിതയ്ക്കുന്നവൻ. ആ ഭാഗം വായിക്കുമ്പോൾ ഒന്ന് ഇച്ചിരി മനസ്സിലാക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നി. ഞാൻ അതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. അവിടെ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. നമ്മൾ പണിയപ്പെടാൻ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവിന്റെ പ്രവൃത്തി നടക്കുമ്പോൾ ദ ലോർഡ് വിൽ ബ്രിങ് എ സീസൺ വേർ ഫ്രൂട്ട് കംസ് ക്വിക്ലി. അർത്ഥം, ആ പറഞ്ഞിരിക്കുന്ന വാക്ക് ഉഴുന്നവൻ, കൊയ്യുന്നവൻ എന്ന് പറഞ്ഞാല് ഇതൊരു സീസൺസ് ഓഫ് അഗ്രികൾച്ചറിൽ ഓരോ സീസണെ പറ്റി പറയാം. ഉഴുതു, വിത്ത് വിതച്ചു, കുറെ മാസങ്ങൾ വെയിറ്റ് ചെയ്തു, ഹാർവസ്റ്റ് ഉണ്ടായി. അതാണ് സാധാരണഗതിയിൽ നടക്കുന്നത്. ഹാർവസ്റ്റ് എടുത്തതിന് ശേഷം അത് മുന്തിരിപ്പഴം ചവിട്ടുന്നു, ആ ഒരു സീസൺ നടക്കുക. പക്ഷെ ഇവിടെ പറയാണ്, അന്നാളിൽ സംഭവിക്കാൻ പോകുന്നത് ഉഴുന്ന സമയമാകുമ്പോഴും കൊയ്ത്ത് തീർന്നിട്ടില്ല. ശ്രദ്ധിച്ചോ? അത് ഉഴുന്നവൻ കൊയ്യുന്നവനെ പിന്തുടർന്നെത്തും. അർത്ഥം, ഉഴുന്ന സമയം അടുത്ത സീസണായി, അടുത്ത സീസണിന് വേണ്ടി ലാൻഡ് ഒരുക്കി വിത്ത് വിതയ്ക്കാൻ സമയമായി. പക്ഷെ അപ്പോഴും ഹാർവസ്റ്റ് തീർന്നിട്ടില്ല. അങ്ങനത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ സീസണുകൾ ഒത്തിരി വ്യത്യാസമില്ലാതെ ഒരുമിച്ച് കർത്താവിന്റെ പ്രവൃത്തിയെ സംഭവിക്കുമെന്ന് പറയാം. When God visits his people, seasons will collapse. It is talking about a supernatural harvest. ഞാനതിനെ നമ്മൾ മുമ്പേ ചിന്തിച്ചതിനോടുള്ള ബന്ധത്തിൽ തന്നെ ചിന്തിക്കുക. നമ്മൾ ആഗ്രഹിക്കേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, യെസ്, നമ്മളെ ഒരാളോട് സുവിശേഷം പറയുന്നതിനെ പറ്റിയോ നമ്മുടെ സഭകളെ പറ്റിയൊക്കെ തന്നെ ചിന്തിക്കുക. കർത്താവ് നമ്മളെ പണിത് കർത്താവ് നമ്മളോട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ കണ്ടേക്കാം, നമ്മൾ സുവിശേഷം പറയാൻ നമ്മുടെ റിലേറ്റീവ്സ് കണ്ടേക്കാം, നമ്മുടെ നെയ്ബേഴ്സ് കണ്ടേക്കാം, നമ്മുടെ വർക്ക് പ്ലേസിൽ ഉള്ളവർ കണ്ടേക്കാം. പക്ഷെ കർത്താവ് നമ്മളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക എങ്ങനെയാണെന്നറിയാമോ? വി സേ ആൻഡ് ദ ലോർഡ് വിൽ ബ്രിങ് റിസൾട്ട്. കർത്താവ് ഫലം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും പെട്ടെന്ന് ചെയ്യുന്ന ഒരു സമയം. നമ്മുടെ പ്രാദേശിക സഭകളിൽ അത് നടക്കട്ടെ. സഭയുടെ ഇവാഞ്ചലിസം വർക്ക്സ് കണ്ടേക്കാം, നമ്മളിലൂടെ നമ്മൾ ഇടപെടുന്ന ഇവാഞ്ചലിസ്റ്റിക് ഔട്ട്റീച്ചസ് കണ്ടേക്കാം. നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവെ എന്നിലൂടെ അത് സംഭവിക്കണം. പ്രത്യേകിച്ച് നമ്മൾ വായിച്ച ഈ 13-ാമത്തെ വാക്യം, ആമോസ് 9:13 യോഹന്നാൻ 4:35 യേശു കർത്താവ് കോട്ട് ചെയ്യുന്നത്. യേശു പറഞ്ഞ എന്താണ്? ഇനി 4 മാസം ഉണ്ടെന്ന് പറയല്ലേ, കൊയ്ത്തിന് വേണ്ടി 4 മാസം ഉണ്ടെന്ന് പറയണ്ട. സാധാരണഗതിയിൽ കൊയ്ത്ത് 4 മാസത്തിന് ശേഷമാണ്. പക്ഷെ യേശു പറയും, ഇനി അങ്ങനല്ല, നിങ്ങൾ തലപൊക്കി നോക്ക്, ഇപ്പോൾ തന്നെ കൊയ്ത്തിന് നിലങ്ങൾ റെഡി ആയിട്ടിരിക്കുക. നോർമലി വെയിറ്റ് ചെയ്യണം, ഹാർവെസ്റ്റ് നടക്കാൻ മാസങ്ങൾ വെയിറ്റ് ചെയ്യണം. പക്ഷെ ഇപ്പോൾ തന്നെ ഹാർവെസ്റ്റ് റെഡിയാണ്. ദൈവം അങ്ങനെ ഒരു സൂപ്പർ നാച്ചുറൽ ഒരു ഹാർവെസ്റ്റ് നമ്മുടെ കൂട്ടായ്മകളിൽ കൊണ്ടുവരട്ടെ. നമ്മളിലൂടെ കർത്താവ് ചില പുതിയ ആത്മാക്കളെ വിടുവിക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. നമ്മൾ കണ്ണുപൊക്കി തലപൊക്കി നോക്കാൻ തയ്യാറായാൽ നമ്മളിലൂടെ കർത്താവ് അത് ചെയ്യാൻ ആഗ്രഹിക്കുക. യോഹന്നാൻ 4 പശ്ചാത്തലം നമുക്കറിയത്തില്ലേ? അതാ ശമരിയ സ്ത്രീ വന്ന് സംസാരിക്കുന്ന കാര്യമാണ്. അവിടെ സംഭവിക്കുന്നുണ്ട്. അതിനുശേഷം ആ സ്ത്രീ മടങ്ങിപ്പോയി സുവിശേഷം പറഞ്ഞതിലൂടെ ആ പട്ടണം മുഴുവനും യേശുവിനെ അറിഞ്ഞ് യേശു അവിടെ ശുശ്രൂഷിക്കുന്ന അനുഭവം ഉണ്ടായി. അത് നമ്മളിലൂടെ സംഭവിക്കണം, അത് നമ്മുടെ കൂട്ടായ്മകളിൽ സംഭവിക്കണം. കർത്താവ് അപ്രകാരം ഒരു ദൈവപ്രവൃത്തി നടക്കും. നമ്മൾ വായിച്ച 13-ാമത്തെ വാക്യത്തിൽ മറ്റൊരു ഭാഗം നമ്മൾ കാണുന്നത്. 13-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാമോ? ഉഴുന്നവൻ കൊയ്യുന്നവനെയും മുന്തിരിപ്പഴം ചവിട്ടുന്നവൻ വിതയ്ക്കുന്നവനെയും തുടർന്നെത്തുകയും പർവ്വതങ്ങൾ പൊതുവിഞ്ഞു പൊഴിക്കുകയും എല്ലാ കുന്നുകളും ഉരുകിപ്പോവുകയും ചെയ്യുന്ന നാളുകൾ വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും. ഞാൻ അതിനെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരിടത്ത് ഒരാൾ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്: സാധാരണ ഈ മുന്തിരിയുടെ കൃഷി നടക്കുന്നത് പർവ്വതങ്ങളിലല്ല, താഴ്വരയിലാണ്. പക്ഷെ ഇവിടെ പറയാണ് പർവ്വതങ്ങളിലും ഇതിന്റെ കൃഷി നടക്കും. അതിന്റെ അർത്ഥം നമ്മൾ പഠിച്ചു വരുന്നതിനുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ, കർത്താവ് നമ്മളിലൂടെ പ്രവർത്തിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തവരെയും കർത്താവ് തൊടും. നമ്മൾ വിചാരിക്കുമോ അവൻ രക്ഷപ്പെടത്തില്ല. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കോണ്ടാക്റ്റിലുള്ള പലരും നമ്മൾ സുവിശേഷം പറയാൻ ആഗ്രഹിക്കുന്നവർ കാണും. നമ്മൾ പറയത്തില്ലേ, അവരിച്ചിരി താല്പര്യമുള്ളവരാ, അവരിച്ചിരി വിശ്വാസത്തിലൊക്കെ താല്പര്യമുള്ള, അവരോടൊന്ന് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അവർ വരുമായിരിക്കും. ഇവിടെ പറയുന്നത് നമ്മൾ പറയുന്ന നമ്മളുടെ ഇവാലുവേഷന്റെ അപ്പുറത്ത്, ഫ്രം പീപ്പിൾ ഹും വി ഡോണ്ട് എക്സ്പെക്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ പോലും ചിന്തിക്കാത്തവർ,
നമ്മൾ പോലും ചിന്തിക്കാത്തവൻ. അത് മറ്റു നിലയിലും ചിന്തിക്കുക. നമ്മൾ ചിന്തിക്കുക എന്നെ കൊണ്ട് ഇത് സാധിക്കത്തില്ല. മായി എന്നെ കൊണ്ട് പറ്റത്തില്ല. ആം ഐ ദ പേഴ്സൺ? എനിക്ക് പറ്റത്തില്ല. നമ്മള് ചിന്തിക്കാത്ത നിലയിൽ നമ്മളെ കർത്താവിന് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ തന്നെ ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ദ മൗണ്ടൻസ് വിൽ ഡ്രിപ്പ് സ്വീറ്റ് വൈൻ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. നല്ല ക്വാളിറ്റിയെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ ആ വാക്യത്തിൽ കാണുന്നതാണ് ഉഴുന്നവൻ, വിതയ്ക്കുന്നവൻ, കൊയ്യുന്നവൻ. ഞാനത് വായിച്ചപ്പോൾ അവിടെ ഉഴുന്നവൻ ആരാന്ന് പേരെഴുതിയിട്ടുണ്ടോ ഇല്ല, വിതയ്ക്കുന്ന ആളുടെ പേര് എഴുതിയിട്ടുണ്ടോ ഇല്ല. ഇറ്റ് ഈസ് ഓൾ റീപ്പർ, പ്ലോമാൻ, ദ വൺ ഹു ഈസ് ട്രേഡിംഗ് ദ ഗ്രീപ്സ്. ആരുടെയും പേരില്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇതാണ്. ഗോഡ് വർക്ക്സ് ഗ്രേറ്റ് തിങ്സ് ത്രൂ പീപ്പിൾ ഹു ഡസ് നോട്ട് വാണ്ട് ക്രെഡിറ്റ്. ഇന്നത്തെ പ്രശ്നം എന്തെന്നറിയാമോ? ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർ സൗഖ്യമായി കഴിഞ്ഞാൽ അത് ഞാനാണ് പ്രാർത്ഥിച്ചതെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ പെടാപ്പാട് പെടും. ഞാൻ സുവിശേഷം പറഞ്ഞ ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ ആദ്യം ഞാൻ ആ വീട്ടിൽ പോയി. അപ്പൊ വേറൊരാൾ പറയില്ല നിങ്ങൾ പോകുന്നതിന് മുമ്പേ ഞാൻ എന്തോ ചെയ്താണ്. അപ്പൊ ഈ ക്രെഡിറ്റ് എടുക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ക്രെഡിറ്റ് എടുക്കണ്ടെന്ന് തീരുമാനിച്ചാൽ, എനിക്കൊരു ക്രെഡിറ്റും വേണ്ടെന്ന് തീരുമാനിച്ചാൽ നമ്മളെയൊക്കെ കർത്താവിന് ഉപയോഗിക്കാൻ കഴിയും. നമ്മളിലൂടെയൊക്കെ കർത്താവിന് വൻ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഗോഡ് ക്യാൻ ഡു ഗ്രേറ്റ് തിങ്സ് പീപ്പിൾ ഹു ഡസന്റ് സീക്ക് ഫെയിം, പബ്ലിക് റെക്കഗ്നേഷനോ നമ്മളെ ഇതൊന്നുമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. കർത്താവ് മഹത്വം എടുക്കണമെന്ന് മാത്രമാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ ഗോഡ് വർക്ക്സ് ഗ്രേറ്റ് തിങ്സ് ത്രൂ ഹംബിൾ ഹിഡൻ സെർവൻസ്. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, സാധാരണക്കാരെ, താഴ്മയുള്ളവരെ, മറഞ്ഞിരിക്കുന്നവരെ കർത്താവിന് ഉപയോഗിക്കാൻ കഴിയും. കർത്താവിന് നമ്മുടെ കരങ്ങളിൽ ബലം പകർന്ന് നമ്മളിലൂടെ ദൈവനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി ഒരു കൊയ്ത്ത് നമ്മളിലൂടെ കർത്താവിന് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുക. ഗോഡ് വർക്ക്സ് ഗ്രേറ്റ് തിങ്സ് ത്രൂ പീപ്പിൾ ഹു സറണ്ടർ ദെയർ ലൈഫ്. എന്റെ സന്ദേശത്തെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇന്നത്തെ സന്ദേശത്തിന്റെ ഒരു ടേക്ക് അവേ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇന്ന് വാട്ട് ഷുഡ് വി ഡു? വി ലുക്ക് ഇൻ ടു അവർ ഓൺ ലൈഫ് ആസ് എ ചർച്ച്, ആസ് എ ഫെലോഷിപ്പ്. നമ്മൾ കൂട്ടായ്മയായ ദൈവസഭയെ നമ്മളിലേക്ക് തന്നെ നോക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇടിവുകൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ, പിളർപ്പുകൾ നികത്തേണ്ടതുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുക. സറണ്ടർ അവർ ലൈഫ്സ് ബിഫോർ ഗോഡ്. ഗോഡ് വിൽ യു പ്ലീസ് എക്സ്പോസ് മൈ സ്പിരിച്വൽ ബ്രീച്ചസ്. പ്രത്യേകിച്ച് സങ്കീർത്തനക്കാരൻ 139 സങ്കീർത്തന്റെ അവസാനത്തെ ഭാഗത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ലോർഡ് യു എക്സാമിൻ മീ. ദൈവമേ, നീ എന്നെ ശോധന ചെയ്ത് വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തും. നമ്മുടെ ഉള്ളിൽ അങ്ങനെ ആത്മീകമായി നമ്മൾ പണിയപ്പെടേണ്ട മേഖലകൾ ഉണ്ടെങ്കിൽ നമ്മൾ മനസാന്തരത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ പണിയുന്ന ഒരു ദൈവമുണ്ട്. There is a God who builds life. കർത്താവാണ് ഇത് ചെയ്യുന്നത്. 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടതാണ്. ഇത് അനുഷ്ഠിക്കുന്ന യഹോവ അരുളി ചെയ്യുന്നു. Says the Lord who does this. ഇത് ചെയ്യുന്ന യഹോവ അരുളി ചെയ്യുന്നു. ഇത് ചെയ്യുന്നത് ദൈവമാണ്. നമ്മൾ സമർപ്പിക്കുമെങ്കിൽ പണിയുന്നത് ദൈവമാണ്. നമ്മുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം ഷുഡ് ബി ഹോളിനെസ്. പറഞ്ഞതുപോലെ ജീവിത വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുക. നമ്മളെ തന്നെ ദൈവത്തിന് യോഗ്യമാവണ്ണം ജീവിപ്പാൻ സമർപ്പിക്കുക. പുറമേ കാണിക്കുന്ന എല്ലാത്തിന്റെയും അപ്പുറത്ത് ഇന്റേണലി വി നീഡ് ടു സീക്ക് ഹോളിനെസ് ആൻഡ് ദാറ്റ് മസ്റ്റ് ബി അവർ ഡിസൈർ. നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ എന്നെ ഉപയോഗിക്കണമേ, ഞങ്ങളുടെ ചർച്ചിനെ ഉപയോഗിക്കണം, ഞങ്ങളുടെ കൂട്ടായ്മയെ ഉപയോഗിക്കണമേ. ഞങ്ങൾ നാളുകളായി സുവിശേഷം പറയുന്നവരുണ്ട്, മറുതിരിച്ച് നിൽക്കുന്നവരുണ്ട്. പക്ഷെ ഞങ്ങളിലൂടെ കർത്താവ് പ്രകാരം വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുന്ന ഒരു സീസൺ. ഉഴുന്നവൻ വിതയ്ക്കുന്നവനുമായിട്ട് ഒരുമിച്ച് മീറ്റ് ചെയ്യുന്ന ഒരു സീസൺ. where we see results quickly. We will see God building his church. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. വർഷങ്ങൾക്ക് പുറകിൽ തന്നെ കർത്താവ് കണ്ട ആ നാളിൽ കർത്താവ് ഇങ്ങനെ ചെയ്യും. ജനത്തെ കർത്താവ് വിടുവിക്കുന്ന, ജനത്തെ കർത്താവ് സഭയുടെ ഭാഗമാക്കുന്ന, സുവിശേഷത്താൽ ജനത്തെ ഒന്നിപ്പിക്കുന്ന ഒരു നല്ല ഭാവിയുടെ ദർശനത്തിന്റെ പിക്ചറാണ് നമ്മൾ വായിച്ചത്. കർത്താവ് വൻ കാര്യങ്ങൾ നമ്മളിലൂടെ നമ്മളായിരിക്കുന്ന ദേശങ്ങളിൽ ചെയ്യട്ടെ. നമ്മുടെ കരങ്ങൾക്ക് കർത്താവ് ബലം പകരട്ടെ. നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലാം. നമ്മളെ പണിത് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ദൈവകരത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവ് നമ്മളെ ഈ വചനത്തിന്റെ ധ്യാനത്താൽ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.